പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കർത്താവിന്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ചില സാങ്കേതികമായ തടസ്സങ്ങൾ നേരിട്ടതുകൊണ്ട് ആമേൻ ആ വീഡിയോ കട്ടായി പോയി. തുടർന്ന് പ്രാർത്ഥനയോടെ നമുക്ക് ദൈവസന്നിധിയിലായിരിക്കും. ഹല്ലേലൂയ. ആമേൻ. ഇന്ന് രാത്രി കർത്താവിന്റെ വലിയ സാന്നിധ്യം അനുഭവിപ്പാൻ തക്കവണ്ണം ഇടയായി തീരട്ടെ. ഹല്ലേലൂയ. ആമേൻ. അതെ, എന്നാൽ സമ്പന്നരായ നിങ്ങൾക്ക് അയ്യോ കഷ്ടം, നിങ്ങളുടെ ആശ്വാസം നിങ്ങൾക്ക് ലഭിച്ചു പോയല്ലോ. ഇപ്പോൾ തൃപ്തരായ നിങ്ങൾക്ക് അയ്യോ കഷ്ടം, നിങ്ങൾക്ക് വിശക്കും. ഇപ്പോൾ ചിരിക്കുന്നവരായ നിങ്ങൾക്ക് അയ്യോ കഷ്ടം, നിങ്ങൾ ദുഃഖിച്ച് കരയും. ആമേൻ. സകല മനുഷ്യരും നിങ്ങളെ പുകഴ്ത്തി പറയുമ്പോ നിങ്ങൾക്ക് അയ്യോ കഷ്ടം. അവരുടെ പിതാക്കന്മാർ കള്ളപ്രവാചകന്മാരെ അങ്ങനെ ചെയ്തുവല്ലോ. നോക്കണമേ, കർത്താവായ യേശു ക്രിസ്തുവിന്റെ കാലത്ത് തന്നെ അനുഗമിക്കുവാൻ തന്നെ പിൻപറ്റിയ ശിഷ്യന്മാരെ കൂട്ടി അവരോടായി പറഞ്ഞത്, സമ്പന്നരായ നിങ്ങൾക്ക് അയ്യോ കഷ്ടം. അവരുടെ കൂടെ അനേക ആളുകൾ സൗഖ്യത്തിനു വേണ്ടി, വിടുതലിനു വേണ്ടി വലിയ പുരുഷാര അവനെ അനുഗമിക്കുവാൻ ഇടയായി തീർന്നു. അങ്ങനെ അവന്റെ അരികിൽ വന്നവർ കേൾക്കെ യേശു കർത്താവ് അവരോടായി പറഞ്ഞു, അവൻ പോയ പള്ളികൾ, അവൻ പോയ തെരുവുകൾ, അവൻ പോയ പട്ടണങ്ങൾ കണ്ടുമുട്ടിയവരോട് പറഞ്ഞു, സമ്പന്നരായ നിങ്ങൾക്ക് അയ്യോ കഷ്ടം, നിങ്ങളുടെ ആശ്വാസം നിങ്ങൾക്ക് ലഭിച്ചു പോയല്ലോ. ഇപ്പോൾ തൃപ്തരായ നിങ്ങൾക്ക് അയ്യോ കഷ്ടം, നിങ്ങൾക്ക് വിശക്കും. ഇപ്പോൾ ചിരിക്കുന്നവരായ നിങ്ങൾക്ക് അയ്യോ കഷ്ടം, നിങ്ങൾ ദുഃഖിച്ച് കരയും. ഹല്ലേലൂയ. സകല മനുഷ്യരും നിങ്ങളെ പുകഴ്ത്തി പറയുമ്പോൾ നിങ്ങൾക്ക് അയ്യോ കഷ്ടം എന്ന് പറഞ്ഞാൽ അനേകരുടെ കയ്യടിയും അനേകരുടെ ലൈക്കും അനേകരുടെ കമന്റും കിട്ടത്തക്ക വിധത്തിൽ അനേകർക്ക് ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയായി മാറും തോറും ഹല്ലേലൂയ ആമേൻ അതെ ഓർത്തുകൊള്ളണം. ഹല്ലേലൂയ ആമേൻ. ജീവിതത്തിൽ എവിടെയോ ഒരു ബുദ്ധിമോശം സംഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. കാരണം നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ഈ ഭൂമിയിൽ നീതിയോടെ ജീവിക്കുവാൻ തയ്യാറായപ്പോൾ ലോകം അവനെ അറിഞ്ഞില്ലെന്ന്, ലോകം അവനെ അംഗീകരിച്ചില്ലെന്ന്, സത്യത്തിനു വേണ്ടി അത് നീ ജീവിക്കാൻ തയ്യാറായാൽ, ദൈവവചനം ഉള്ളതുപോലെ വിളിച്ചു പറയുവാൻ തയ്യാറായാൽ, അവൻ അത് കേൾക്കുവാൻ ആളുകൾ തയ്യാറാകത്തില്ല. ആമേൻ. അതെ, വചനം ഉള്ളതുപോലെ പഠിപ്പിക്കുവാൻ തയ്യാറായാൽ അത് പഠിക്കുവാൻ ആളുകൾ തയ്യാറാകത്തില്ല. എന്നാൽ അതിനെ വളച്ചൊടിച്ച് വേഗത്തിൽ ഇവിടെ നേട്ടങ്ങൾ ഉണ്ടാക്കുവാൻ, നന്മ ലഭിക്കുവാൻ, രോഗം മാറ്റുവാൻ, കടം മാറ്റുവാൻ, എന്തെങ്കിലുമൊക്കെ ആമേൻ അതെ കാട്ടിക്കൂട്ടി ആമേൻ അതെ ആമേൻ മുൻപോട്ട് വരുന്നവരെ ആമേൻ ഏറ്റി നടത്തുവാൻ അനേകർ കൂടുകയാണ്. ഹല്ലേലൂയ. എന്നാൽ യേശു കർത്താവ് ഈ ഭൂമിയിലായിരുന്നപ്പോൾ ബറോബാസിനെ വിട്ടുതരിക, ഇവനെ ക്രൂശിക്കുക. കാരണം പിതാവായ ദൈവത്തിന്റെ ഇഷ്ടം ഭൂമിയിൽ നിറവേറ്റുവാൻ സമർപ്പിക്കപ്പെട്ടവനാ ദൈവപുത്രനായി യേശു ക്രിസ്തു. ഹല്ലേലൂയ. അവന് ഈ ഭൂമിയിൽ തലചായ്ക്കാൻ ഇടമുണ്ടായിരുന്നില്ല. ആമേൻ. അവന് സഞ്ചരിക്കാൻ നല്ലൊരു വാഹനമുണ്ടായിരുന്നില്ല. ആമേൻ. അവന് ഈ ഭൂമിയിൽ പറയത്തക്ക വിധത്തിൽ എടുത്തു കാട്ടുവാൻ ഭൗതികമായ ഒന്നും ഉണ്ടായിരുന്നില്ല. എന്നാൽ ആമേൻ ആത്മാക്കളുടെ രക്ഷയ്ക്ക് വേണ്ടിയിട്ട് പിതാവായ ദൈവം തന്റെ പുത്രനെ ഈ ലോകത്തിലേക്ക് അയച്ചപ്പോൾ അവന്റെ ജനനത്തിക്കൽ തന്നെ ഈ ലോകം ഒന്നിച്ചു നിന്ന് അവൻ ആമേൻ തകർന്നു പോകത്തക്ക വിധത്തിലുള്ള കരുക്കൾ നീക്കുവാൻ ശ്രമിച്ചു. പക്ഷേ ലോകം അമ്പ ലജ്ജിച്ച് തല കുമ്പിട്ട് ആമേൻ പോകത്തക്ക വിധത്തിൽ വേർപാടിന്റെ നടുച്ചുവരട് ഇടിച്ചു കളഞ്ഞ് ഇരുപക്ഷത്തെ ഒന്നാക്കിക്കൊണ്ട് ജൈത്രയാത്ര അതെ മുമ്പോട്ട് നയിച്ച് പാതാളത്തെ അതിജീവിച്ച് മൂന്നാം നാൾ ഉയർത്തെഴുന്നേറ്റ് പിതാവിന്റെ വലതുഭാഗത്തേക്ക് കരകയറിപ്പോയ യേശു കർത്താവിനെ അനുഗമിക്കുവാൻ കൃപ ലഭിച്ച ദൈവമക്കളെ, ഇന്ന് രാത്രി സന്തോഷമുള്ളവർ കരമടിച്ച് കർത്താവിന് മഹത്വം കൊടുക്കുക. ആ കർത്താവാണ് തന്നെ അനുഗമിച്ച തന്റെ ശിഷ്യന്മാരോട് പറഞ്ഞത്, ആമേൻ, കാക്കയെ നോക്കുക, അത് വിതയ്ക്കുന്നില്ല, കൊയ്യുന്നില്ല, അതിന് പാണ്ഡികശാലയും കളപ്പുരയില്ലെങ്കിലും ദൈവം അതിനെ പുലർത്തുന്നു. പർവ്വജാതിയേക്കാൾ നിങ്ങൾ എത്ര വിശേഷതയുള്ളവരാണ്. ഇന്ന് രാത്രി ഈ 2021 പ്രാരംഭ ആഴ്ചയിൽ ഞായറാഴ്ച രാത്രിയിൽ ഈ വചനം ശ്രവിക്കുന്ന ദൈവമക്കളെ, എങ്ങനെ ഏത് നിലയിൽ എപ്രകാരം ജീവിതം മുമ്പോട്ട് കൊണ്ടുപോകും എന്ന് ചിന്തിച്ച് ഒതുങ്ങിപ്പോകുന്ന ഒരു വ്യക്തിയാണ് താങ്കളെങ്കിൽ താങ്കളുടെ കുടുംബത്തെ കുറിച്ചുള്ള ചിന്താഭാരം, താങ്കളുടെ നാളെ
കുറിച്ചുള്ള ചിന്താഭാരം, താങ്കളുടെ തലമുറകളെ കുറിച്ചുള്ള ചിന്താഭാരം അലട്ടി ഉറക്കം നഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഇന്ന് രാത്രി സ്വസ്ഥതയോടെ കിടന്ന് ഉറങ്ങത്തക്ക വിധത്തിൽ പ്രവൃത്തിയിൽ വലിയവനായ ദൈവത്തിന്റെ കരം താങ്കൾക്ക് അനുകൂലമായി, താങ്കളുടെ തലമുറകൾക്ക് അനുകൂലമായി, താങ്കളുടെ കൂടപ്പുറത്തിന് അനുകൂലമായി, താങ്കളുടെ ജീവിത പങ്കാളികൾക്ക് അനുകൂലമായി ചലിക്കത്തക്ക വിധത്തിൽ ശക്തിയുള്ള ഒരു ഭുജമത്രേ ഞാനും നിങ്ങളും ആരാധിക്കുന്ന ദൈവത്തിന്റെ കരം. ഇന്ന് രാത്രി ആ കരം രക്ഷിപ്പാൻ കഴിയാതെ കണ്ട് കുറുകിയിട്ടില്ല, കേൾപ്പാൻ കഴിയാതെ കണ്ട് അവന്റെ ചെവി മന്ദമായി പോയിട്ടില്ല. ഹല്ലേലൂയ. പലരും ഇന്ന് സന്തോഷിക്കുന്ന പലരും അത് ദുഃഖിച്ച് പോകത്തക്ക വിധത്തിൽ കാലഗതികൾ മാറിക്കൊണ്ടിരിക്കുമ്പോൾ, കഷ്ടതയാണെങ്കിലും പ്രതികൂലമാണെങ്കിലും പ്രതിസന്ധി ആണെങ്കിലും ആമേൻ വിളിച്ച ദൈവം വിശ്വസ്തനെന്ന് എണ്ണിക്കൊണ്ട് അവന്റെ മുഖത്തേക്ക് നോക്കി യാത്ര ചെയ്യുന്ന ഒരു ദൈവ പൈതൽ ലജ്ജിച്ചു പോകുവാൻ ഇടയാകാതെ കണ്ട് കഷ്ടങ്ങളിലും ഏറ്റവും അടുത്ത തുണയായിരിക്കുന്ന കർത്താവ് കൂടെ ഇരുന്ന് ജയത്തോടെ മുമ്പോട്ട് പോകുവാൻ നയിക്കുന്ന നായകനായി ഇന്ന് രാത്രി നമ്മുടെ മുമ്പിലുണ്ട്. അവന്റെ സാന്നിധ്യം അനുഭവിക്കുന്നവർ ഒരിക്കൽ കൂടെ കരമടിച്ച് കർത്താവിന് മഹത്വം കൊടുത്താട്ട്. ഹല്ലേലൂയ. കാക്കിയെ പോലെ ആമേൻ വലിയ കറുത്ത തിളങ്ങുന്ന ആമേൻ കളർ. ഹല്ലേലൂയ. അതേ നീഗ്രോ ആമേൻ വർഗത്തിൽപ്പെട്ട ആളുകൾ വളരെ കറുപ്പ അല്ലേ? ഹല്ലേലൂയ. ശക്തമായി അവരുടെ ഇടയിൽ നിന്ന് ദൈവനാമ മഹത്വത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന അനേക അഭിഷക്തന്മാരെ ദൈവം എഴുന്നേൽപ്പിച്ചു കൊണ്ടിരിക്കുകയാണ്. മരിച്ചവരെ പോലും ഉയർപ്പിക്കുവാൻ ആമേൻ അഭിഷേകമുള്ള നീഗ്രോ വർഗത്തിൽപ്പെട്ട അഭിഷക്തന്മാരെ ഈ കാലഘട്ടങ്ങളിൽ ലോക രാജ്യങ്ങളിൽ ദൈവം ഉപയോഗിച്ചു കൊണ്ടിരിക്കുകയാണ്. ശ്രോതാവേ, ഇന്ന് രാത്രി അസമർപ്പണമുള്ളവനെ ഉപയോഗിക്കുവാൻ ശക്തനായ ദൈവം സമൂഹം വെറുക്കും തോറും, കുടുംബം ഒറ്റപ്പെടുത്തും തോറും, മക്കൾ ആമേൻ പകച്ച് തള്ളും തോറും, ആമേൻ കൂടപ്പുറപ്പ് ആമേൻ അത് വിലയില്ലാത്തതായി കാണും തോറും കൂടെ നിൽക്കേണ്ടവർ പോലും അകറ്റി നിർത്തുമ്പോൾ ഓർത്തോണം, അകറ്റി നിർത്തി ആമേൻ അത് വ്യക്തി ജീവിതങ്ങൾ ആമേൻ നിരവധി ചരിത്രത്തിന്റെ താളുകളിൽ നമുക്ക് കാണുവാൻ കഴിയും. ലോകരക്ഷകനായ യേശു ക്രിസ്തു ഈ ഭൂമിയിലേക്ക് വന്നപ്പോൾ സ്വന്തമായവർ അവനെ കൈക്കൊണ്ടില്ല, അവനെ അകറ്റി നിർത്തി അവന്റെ മുഖത്ത് നോക്കി വേശ്യാപുത്രൻ എന്ന് വിളിച്ച് ആമേൻ അതെ അവന്റെ ആ ജന്മത്തെ പോലും പകച്ച് ആമേൻ അവനെ തള്ളി തരിപ്പണമാക്കുവാൻ പിശാച് കനിഞ്ഞ് പരിശ്രമിച്ചപ്പോഴും തമ്പുരാന്റെ പദ്ധതിയുടെ ഭാഗമായി നിലനിന്ന് ദൈവം ഏൽപ്പിച്ച ആ കാര്യം വിശ്വസ്തയോടെ ചെയ്ത് ഫിനിഷ് പോയിന്റിലേക്ക് എത്തുന്നത് വരെ തകർന്നു പോകാതെ നിൽക്കുവാനുള്ള കൃപ ഉയരത്തിലെ ദൈവം തന്റെ മേൽ വെളിപ്പെടുത്തി ആദരിച്ചതുപോലെ ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ പൈതലെ ആമേൻ വഴിയിൽ വെച്ച് നശിച്ചു പോകാതെ ജീവിപ്പാൻ ഉതകുന്ന ഉയരത്തിൽ അഭിഷേകം തന്ന് ജയത്തോടെ നിത്യത വരെ നിന്നെ ചുമക്കുവാൻ ശക്തനായവന്റെ സാന്നിധ്യം ഈ 2021 പ്രാരംഭ ആഴ്ചയിൽ അനുഭവിപ്പാൻ ഇടയായിത്തീരുന്നെങ്കിൽ തുടർന്നുള്ള മാസങ്ങളിൽ, തുടർന്നുള്ള ആഴ്ചകളിൽ, തുടർന്നുള്ള മണിക്കൂറുകൾ ജീവിതത്തിന്റെ സമസ്ത മേഖലകളിൽ ഉയർന്നു പോകുന്ന പ്രതികൂലത്തിന്റെ നടുവിൽ അകപ്പെട്ട് തകർന്നു പോകുവാൻ ഇടയാകാതെ കണ്ട് തകർക്കുന്നവന്റെ കയ്യിൽ നിന്നും വിടുവിക്കുന്നവന്റെ കരങ്ങളിൽ സുരക്ഷിതമായി ജീവിക്കുവാൻ ഉതകത്തക്ക വിധത്തിൽ വിശ്വസിക്കുന്ന തന്റെ ജനത്തെ സംരക്ഷിക്കുന്ന സ്വർഗത്തിലെ ദൈവത്തിന്റെ സാന്നിധ്യം ഇന്ന് രാത്രിയിലും അനുഭവിപ്പാൻ കഴിയുന്നവർ മൗനമായി ഇരിക്കാതെ കരമടിച്ച് കർത്താവിന് മഹത്വം കൊടുക്കുക. ഇന്ന് രാത്രി വിശ്വസിക്കുന്നവരുടെ ജീവിതത്തിൽ മഹത്വം വെളിപ്പെടുത്തുവാൻ ശക്തനായവൻ. ഹല്ലേലൂയ. അതേ കാക്ക, ഹല്ലേലൂയ, തിളങ്ങുന്ന ഒരു പക്ഷിയാണ് കാക്ക. കാക്കയുടെ കളർ കറുപ്പാണെങ്കിലും അതിനൊരു തിളക്കമുണ്ട് കേട്ടോ. ഹല്ലേലൂയ. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ കാക്കയുടെ തൂവലിന്റെ പ്രത്യേകത? ആമീൻ എത്ര വെള്ളം വീണാലും ആമീൻ അത് ചേമ്പിന്റെ പുറത്ത് ആമീൻ വീണ് പോകുന്നത് പോലെ ആമീൻ അതേ മനോഹരമായ കറുപ്പ് കളറുള്ള തൂവലുകൾ കൊണ്ട് ആമീൻ അത് സൃഷ്ടിക്കപ്പെട്ട കാക്ക. ഒന്ന് ശ്രദ്ധിച്ച് ഒന്ന് വെളിയിലേക്ക് പോയി ഒന്ന് നോക്കണേ. ഹല്ലേലൂയ. ഇത് മനോഹരമായ ഒരു പക്ഷിയാണ്. അതിനാൽ കാക്കയെ പരിഗണിക്കണമെന്ന് യേശു ക്രിസ്തു പറഞ്ഞപ്പോൾ എന്തിനാ കറുപ്പ് കളറുള്ള കുത്തിപ്പറിക്കുന്ന ആമേൻ നമുക്കതല്ലേ അറിയത്തുള്ളൂ. ഇച്ചിച്ചി ആമേൻ വൃത്തികെട്ട ഒരു കാക്ക അല്ലെ, അറപ്പുളവാക്കുന്ന കാക്ക ആമേൻ ഇതേ നമുക്കറിയത്തുള്ളൂ. എന്നാൽ നമ്മുടെ കർത്താവ് യേശു ക്രിസ്തു തന്നെ അനുഗമിച്ച തന്റെ ശിഷ്യന്മാരുടെ മുമ്പിൽ എടുത്ത് കാട്ടി പറഞ്ഞത് കാക്കയാ. സഹോദര, നീ ചീച്ചി എന്ന് പറഞ്ഞ് മാറ്റി നിർത്താൻ നോക്കുന്നില്ലേ? കൊത്തിപ്പറിക്കുന്നതെന്ന് പറഞ്ഞ് വൃത്തികെട്ടതെന്ന് പറഞ്ഞ് ഒഴിവാക്കി വിടുന്നില്ലേ? തമ്പുരാൻ എടുത്ത് കാട്ടിയതാ കാക്ക.
കാക്കയാ. ആമേൻ. അത് യേശുക്രിസ്തു പറഞ്ഞപ്പോൾ ആമേൻ നാം ചെയ്യേണ്ടത് എന്താ? ആമേൻ. ഒന്ന്, ആമേൻ, പുറത്തുപോയി ആ ദൈവത്തിൽ നിന്ന് ആ ദൂത്, ആ പ്രചോദനം ഉൾക്കൊള്ളുവാൻ കാക്കകൾ എങ്ങനെ ജീവിക്കുന്നുവെന്ന് നോക്കുക എന്നതാണ് ആമേൻ തന്റെ ശിഷ്യന്മാരെ അവിടെ പഠിപ്പിക്കുന്നത്. ഹല്ലേലൂയ. ആമേൻ. പലരും മാറ്റി നിർത്തുന്ന, പലരും കൊള്ളത്തില്ലെന്ന് പറഞ്ഞ് ഒഴിവാക്കുന്ന, വിധിച്ച് തള്ളുന്ന വ്യക്തി ജീവിതങ്ങളെ പോലും ദൈവം ആമേൻ കരങ്ങളിലെടുത്ത് ഉപയോഗിച്ചു കൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. ആമേൻ. ആ കാക്കകൾക്ക് പ്രത്യേക ഗോഡൗണില്ല, ആമേൻ, കളപ്പുരയും ഇല്ല. എന്നിട്ടും അവയെ പോറ്റുന്നത് സർവശക്തനായ ദൈവമാണ് എന്ന് യേശു തന്റെ ശിഷ്യന്മാരോട് പറയുകയാണ്. ഹല്ലേലൂയ. പക്ഷികളെ കാട്ടിലും പറവകളെ കാട്ടിലും ആമേൻ നല്ലവരല്ലേ കർത്താവായ യേശു ക്രിസ്തുവിനെ ആമേൻ അനുഗമിക്കുവാൻ യേശു വിളിച്ചു വേർതിരിച്ച ആമേൻ ശിഷ്യന്മാർ. ഹല്ലേലൂയ. അവൻ വിളിച്ചു വേർതിരിച്ച ദൈവമക്കൾ ഇന്ന് രാത്രി ആ വിശേഷതയുള്ളവരായി ജീവിപ്പാൻ കൃപ ലഭിച്ച ദൈവമക്കൾ ഈ ലൈവിൽ എന്നെ ശ്രമിക്കുന്നെങ്കിൽ കരമടിച്ച് കർത്താവിന് മകത്ത് കൊടുത്താൽ ഒരു ദൈവമക്കൾ എന്ന നിലയിൽ ആമേൻ ശത്രു നിങ്ങളെ വഞ്ചിക്കുവാൻ ആഗ്രഹിക്കുന്ന ഏത് സമയത്തും നിങ്ങൾ സ്വയം ആമേൻ ഇങ്ങനെ പറയാം, ഹല്ലേലൂയ, ഞാൻ വയലിലെ പക്ഷികളെക്കാൾ വിശേഷതയുള്ളവനാ, ഞാൻ വയലിലെ പക്ഷികളെക്കാൾ മികച്ചവനാ. ആമേൻ. ശത്രു നിന്റെ കാതിൽ മന്ത്രിക്കുമ്പോൾ, ഹല്ലേലൂയ, ശത്രു നിന്റെ ശരീരത്തെ രോഗിയാക്കി അതെ കിടക്കയിൽ കിടത്തുമ്പോൾ നീ സ്വയം പറയണം, ഇല്ല, ദുഷ്ട പിശാചേ, കാക്കയേക്കാൾ വിശേഷതയുള്ളവനായി എന്നെ വീണ്ടും ജനിപ്പിച്ചിരിക്കുന്ന എന്റെ ദൈവം തന്റെ പുത്രനിലൂടെ അവിടുത്തെ ധനത്തിനൊത്തവണ്ണം എന്റെ ബുദ്ധിമുട്ടുകളെ തീർത്തു തരുവാൻ ശക്തനായ ദൈവമാണ്. ഹല്ലേലൂയ. ആമേൻ. ദൈവം അവരെ പരിപാലിക്കുന്നുവെങ്കിൽ, ഹല്ലേലൂയ, ആമേൻ, ഏത് നിലയിലാണ് പരിപാലിക്കുന്നത്? ഹല്ലേലൂയ. ആമേൻ. അതെ, നിങ്ങളെ സൃഷ്ടിച്ച, ഹല്ലേലൂയ, ആ സൃഷ്ടാവാം ദൈവം, ഹല്ലേലൂയ, അഭിവൃദ്ധി പ്രാപിക്കുവാൻ നിങ്ങളെ ഈ ഭൂമിയിൽ, ഹല്ലേലൂയ, അതെ പ്രതിഷ്ഠിച്ച, ആമേൻ, അതെ സർവശക്തനായ ദൈവത്തോട് നന്ദിയുള്ളവരായി കടപ്പാടുള്ളവരായി ജീവിക്കുവാൻ നാം തയ്യാറാകണം. നന്ദി കെട്ടവരായി, ഹല്ലേലൂയ, അകത്തോട്ടെടുക്കുന്ന ശ്വാസം പുറത്തോട്ട് വിടുവാൻ നിന്നെ സഹായിക്കുന്ന ദൈവത്തോട് നീ നന്ദിയില്ലാത്തവനാകരുത്. നീ ചോദിച്ചത് ചെറിയതാ, പക്ഷെ ദൈവം നിനക്ക് തന്നത് വലിയതാ. ഹല്ലേലൂയ. ചെറിയൊരു വീടല്ലേ ചോദിച്ചത്, ആമേൻ, ചെറിയൊരു ജോലിയല്ലേ ആഗ്രഹിച്ചത്, ചെറിയൊരു നന്മയല്ലേ ആഗ്രഹിച്ചത്, പക്ഷെ നീ ചോദിച്ചതിലധികം ആമേൻ നിനക്ക് ദൈവം തന്നില്ലേ? ആമേൻ. ഇന്നത്തെ കുഞ്ഞുങ്ങൾക്ക് പഠിക്കണമെങ്കിൽ മൊബൈൽ ഫോൺ ആവശ്യമാ. സ്വന്തമായിട്ട് ഒരു മൊബൈൽ വാങ്ങിക്കുവാനുള്ള പ്രാപ്തിയില്ല, ജനിച്ച വീട്ടിൽ അതിനുള്ള വകയില്ല. എന്നാൽ നീ കരഞ്ഞു, നീ ചോദിച്ചു, എന്നാൽ നീ ചോദിച്ചതും ആമേൻ നീ കേട്ടതും ചെറുതാ, പക്ഷെ നീ ചോദിച്ചതിലും വലിയത് സ്വർഗം നിനക്ക് നൽകിയെങ്കിൽ അഹങ്കരിക്കാതെ നന്ദിയുള്ളവരാൽ ദൈവസന്നിധിയിൽ താണിരിക്കാമെങ്കിൽ തുടർന്നും നിനക്ക് വേണ്ടുന്നത് നൽകി തരുവാൻ ദൈവം വിശ്വസ്തനാണ്. ഉള്ളതും കൂടെ എടുത്തു കളയാതിരിക്കുവാൻ ദൈവത്തിന്റെ ബലമുള്ള കരങ്ങളിൽ താണിരുന്നു കൊണ്ട് സ്വയം സമർപ്പിക്കപ്പെടുന്നവർക്ക് അധികം കൃപ പിന്നെയും സ്വർഗത്തിലെ ദൈവം നൽകി തരുവാൻ തക്കവണ്ണം ഇടയായിത്തീരും. നീ ചെറിയൊരു വാഹനമല്ലേ ചോദിച്ചത്, എന്നാൽ നീ ചോദിച്ചതിനെക്കാട്ടിലും വലിയത് ദൈവം നിനക്ക് തന്നു കഴിഞ്ഞെങ്കിൽ അതോർത്ത് കരമടിച്ച് കർത്താവിന് മഹത്വം കൊടുത്താട്ട് ആഹാരത്തെക്കാൾ ജീവനും ഉടുപ്പിനേക്കാൾ ശരീരവും ആമേൻ വലുതല്ലോ. ഹല്ലേലൂയ. നിങ്ങൾക്ക് ജീവനുണ്ടെങ്കിൽ ആമേൻ നിങ്ങൾക്ക് പ്രത്യാശയുണ്ട്. ആമേൻ. ജീവനോടിരിക്കുന്നവർക്കല്ലേ പ്രത്യാശയുള്ളത്? മരിച്ച ആർക്കെങ്കിലും പ്രത്യാശയുണ്ടോ? എന്നാൽ ജീവനോടിരിക്കുന്നവർക്ക് ഒരു പ്രത്യാശ ദൈവം നൽകി തന്നിട്ടുണ്ട്. നമുക്ക് മുന്നമേ കർത്തൃസന്നിധിയിൽ പ്രിയം വെച്ച് ചേർക്കപ്പെട്ട നമ്മുടെ പ്രിയപ്പെട്ടവരെ വീണ്ടും നമുക്ക് കാണാമെന്ന്. പലരും ഇന്ന് കരഞ്ഞുകൊണ്ടിരിക്കുകയാ, എണ്ണിപ്പെറുക്കി കരഞ്ഞുകൊണ്ടിരിക്കുകയാ. ജീവിച്ചു കൊതി തീരുന്നതിന് മുമ്പേ എന്റെ ജീവിത പങ്കാളി നഷ്ടപ്പെട്ടു. വളർന്നു വലുതാകുന്നതിന് മുമ്പേ എന്റെ തലമുറ നഷ്ടപ്പെട്ടു. എന്നാൽ അതേ പ്രത്യാശയില്ലാത്ത ജാതികളെ പോലെ ആയിരിക്കാതെ പ്രത്യാശയുള്ളവരായി ജീവിക്കുവാൻ കൃപ ലഭിച്ച ദൈവജനം ഇന്ന് രാത്രി ഈ പുതുവർഷത്തിന്റെ പ്രാരംഭ ആഴ്ച രാത്രി കരമടിച്ച് കർത്താവിന് മഹത്വം കൊടുക്കുക. കരഞ്ഞ് അത് ഒതുങ്ങി തീരുവാനല്ല, ഈ പ്രത്യാശയോടെ ജീവിക്കുവാൻ ദൈവം എനിക്ക് കൃപ നൽകിയിരിക്കുന്നത്. ആഹാരത്തെക്കാൾ ഹല്ലേലൂയ ജീവനും ഉടുപ്പിനേക്കാൾ ശരീരവും വലുതല്ലോ. ഹല്ലേലൂയ. അതേ, ജീവൻ ഉണ്ടെങ്കിൽ ഹല്ലേലൂയ നിങ്ങൾക്ക് പ്രത്യാശയുണ്ട്. കാരണം വസ്ത്രത്തെക്കാൾ ശരീരവും ഭക്ഷണത്തെക്കാൾ ജീവിതവും പ്രാധാന്യമാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് നാം ജീവിക്കേണ്ടത് എന്തിനു വേണ്ടി ആയിരിക്കരുത്? വസ്ത്രത്തിന് വേണ്ടി ആകരുത്. ഹല്ലേലൂയ. എന്തിനു വേണ്ടി ആകരുത്? ആഹാരത്തിന് വേണ്ടി ആകരുത്. ആമേൻ. പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട്, ആമേൻ,
ഞാനും പറഞ്ഞിട്ടുണ്ട്. ആമേൻ. അതെ, കഴിക്കാൻ വേണ്ടി ജീവിക്കരുത്, ജീവിക്കാൻ വേണ്ടി കഴിക്കണം. പലരെങ്ങനാന്നറിയാമോ? ചിലരെങ്ങനാന്നറിയാമോ? ആമേൻ. എവിടെ നിന്ന് കിട്ടിയാലും എവിടെ നിന്നെല്ലാം കിട്ടാമോ അവിടെ നിന്നെല്ലാം മേടിച്ച് ചവർ ഒന്നും നോക്കാതെ വാരി വലിച്ച് തിന്നുന്നത് കാണാം. ഹല്ലേലൂയ. ആമേൻ. എവിടെ കിട്ടിയാലും ആമേൻ. ഹല്ലേലൂയ. ജീവിക്കാൻ വേണ്ടി കഴിക്കണം, കഴിക്കാൻ വേണ്ടി ജീവിക്കരുത്. ഹല്ലേലൂയ. ആമേൻ. നാണം മറയ്ക്കാൻ വേണ്ടി വസ്ത്രം ധരിക്കണം. ആമേൻ. അതെ, അഹങ്കാരിച്ച് ആമേൻ എനിക്കുണ്ടെന്ന് കാണിക്കാൻ ആമേൻ വസ്ത്രം ധരിക്കരുത്. ഹല്ലേലൂയ. നിന്നെ കാണുന്നവർ ക്രിസ്തുവിനെ കാണേണ്ടത്. നിന്റെ സൗന്ദര്യമല്ല കാണേണ്ടത്, നിന്റെ വസ്ത്രത്തിന്റെ മോടിയല്ല കാണേണ്ടത്, നിന്റെ വീടിന്റെ വലിപ്പമല്ല കാണേണ്ടത്, നിന്റെ വീടിന്റെ ഷേപ്പ് അല്ല കാണേണ്ടത്, നിന്റെ വീടിന്റെ കളർഫുൾ ആയ ആമേൻ അനുഭവമല്ല കാണേണ്ടത്. ആമേൻ. നിന്റെ വീട്ടിൽ കാണുമ്പോൾ ദൈവത്തിന് മഹത്വം കൊടുക്കണം. നിന്റെ വീട്ടിൽ വരുന്നവര് ദൈവ സാന്നിധ്യം അനുഭവിക്കണം. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ലോകം മട്ടുപ്പാവ് കണക്കിന് മണിസൗധങ്ങൾ കെട്ടി ഉയർത്തുവാൻ വ്യഗ്രത കാട്ടി ഓടിക്കൊണ്ടിരിക്കുമ്പോൾ മണിസൗധങ്ങൾ മണിക്കൊട്ടാരത്തിനകത്ത് ആമേൻ അധികം നാൾ ജീവിച്ചിരിക്കാൻ കഴിയാതെ പോയ അനേക കലാകാരന്മാര് നമ്മുടെ ലോകത്തുണ്ടായിരുന്നു. അവരൊക്കെ ആമേൻ മണിക്കൊട്ടാരങ്ങളൊക്കെ പണിതെങ്കിലും ആമേൻ ഒരു ദിവസം പോലും അതിനകത്ത് ആമേൻ സമാധാനത്തോടെ കിടന്ന് ഉറങ്ങുവാൻ കഴിയാത്ത നിലയിൽ തകർന്നു പോയപ്പോൾ തകർക്കുന്നവന്റെ കയ്യിൽ നിന്നും വിടുവിക്കുന്നവനായ ദൈവത്തിന്റെ കരങ്ങളിൽ സുരക്ഷിതനായി ഇരിക്കുവാൻ ഇടയാക്കത്തക്ക വിധത്തിൽ പ്രവൃത്തിയിൽ വരുവനായ ദൈവത്തിന്റെ കരം കാലങ്ങൾക്ക് അതേ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ആമേൻ കേൾപ്പിച്ച വചനത്തെ അംഗീകരിക്കാതെ ജനം അധപ്പതിച്ചു കൊണ്ടിരുന്നപ്പോൾ ലോകരക്ഷകനായ യേശു ക്രിസ്തുവിനെ ഈ ഭൂമിയിലേക്ക് അയച്ചത് സ്നേഹിത താങ്കൾ ആയിരിക്കുന്ന ഭവനത്തിൽ ഹല്ലേലൂയ പരിമിതികൾ ഉണ്ടെങ്കിലും ഹല്ലേലൂയ സമാധാനത്തോടെ കിടത്തി ഉറക്കുവാൻ ശക്തനായ ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തുവിലൂടെയുള്ള സാന്നിധ്യം അനുഭവിച്ചുകൊണ്ട് ഹല്ലേലൂയ സന്തോഷത്തോടെ സമാധാനത്തോടെ കൂട്ടുകൂടി ഇമ്പമായി മാറുന്ന ഭൂമിയിലെ സ്വർഗമായി എന്റെ ഭവനം മാറ്റപ്പെടുവാനാണ് ദൈവം ഈ സന്ദേശം ഇന്ന് രാത്രിയിലും നിന്റെ കാതുകളിൽ അത് കേൾപ്പിക്കുന്നത്. താങ്കൾ ഈ ഭൂമിയിൽ എല്ലാം ഉണ്ടെങ്കിലും എല്ലാം ഇല്ലാത്തവനെ പോലെ എന്ന് പറഞ്ഞ ഭാര്യയുണ്ട്, സന്തോഷമില്ല, വീടുണ്ട്, കിടന്നുറങ്ങാൻ പറ്റുന്നില്ല, മക്കളുണ്ട്, സ്വസ്ഥതയില്ല, ജോലിയുണ്ട്, സംതൃപ്തിയില്ല, വരുമാനമുണ്ട്, അനുഭവിക്കാൻ കഴിയുന്നില്ല, നിത്യരോഗിയാണ്, നിത്യ പ്രശ്നമാണ്. ഇന്ന് രാത്രി സകല പ്രശ്നത്തിനും പരിഹാരം എവിടെ കിട്ടുമെന്ന് ചിന്തിച്ച് നെട്ടോട്ടം ഓടി അവസാനം ആത്മഹത്യ മാത്രമേ ജീവിതത്തിന് മുമ്പിൽ ശേഷിക്കുന്നുള്ളെന്ന് ചിന്തിച്ച് പലരും അങ്ങനെ തകർന്നുകൊണ്ടിരിക്കുമ്പോൾ തകർക്കുന്നവന്റെ കയ്യിൽ നിന്നും വിടുവിക്കുന്നവനായ ദൈവത്തിന്റെ കരങ്ങളിൽ സുരക്ഷിതമായി ജീവിക്കുവാൻ കൃപ ലഭിച്ച ദൈവമക്കളെ, അബ്രഹാം തന്റെ സഹോദര പുത്രനായ ലോത്ത് സ്വസ്ഥതയില്ലാത്ത സൊദോമോറയിൽ അത് തന്റെ ഭാര്യയും തന്റെ മക്കളുമായി ബഹളം വെച്ച് തമ്മി തകർന്ന് തരിപ്പണമായി പോകുന്നത് ആമേൻ കണ്ട ദൈവം ഹല്ലേലൂയ അവനെ രക്ഷിക്കുവാനായി അബ്രഹാമിനെ ഓർത്ത് ആ വലിയ ആ പ്രതിസന്ധിക്കകത്ത് നിന്ന് വെളിയിലേക്ക് കൊണ്ടുവരുവാൻ തക്കവണ്ണം ഇടയായി. എന്നാൽ ലഭിച്ച കൃപയ്ക്കൊത്തവണ്ണം ചേർന്ന് നിൽക്കുവാൻ മനസ്സില്ലാതെ പോയ അതേ ലോത്തിന്റെ ഭാര്യ ഇന്നും അനേകർക്ക് ആമേൻ അതേ കുത്തുകാഴ്ചയായി അതേ ഉപ്പ് തൂണായി മാറിപ്പോയി. ആമേൻ അവരുടെ ജീവിതത്തിൽ ഉണ്ടായ തലമുറ അതേ പിഴച്ച സന്തതിയായി അതേ മാറ്റപ്പെട്ടു. 10ാം തലമുറ പോലും ദൈവസഭയിൽ പ്രവേശിപ്പാൻ കഴിയാത്ത നിലയിൽ അധപ്പതിച്ചു പോയി. ഇന്ന് രാത്രി ദൈവം നൽകിയ തലമുറകൾ തകർന്ന് തരിപ്പണമായി പോകാതിരിക്കുവാൻ അന്നയെ പോലെ ദൈവസന്നിധിയിൽ യോബിനെ പോലെ തലമുറയ്ക്ക് വേണ്ടി ഇടിവിൽ നിന്ന് കരയുവാൻ തയ്യാറുള്ള സമർപ്പണമുള്ള ദൈവമക്കളെ, തലമുറകൾ വർഷത്തം പ്രബലപ്പെട്ടുകൊണ്ടിരിക്കുന്ന ദുഷ്ടലോകത്ത് തകർന്നു പോകാതെ തകർക്കുന്നവന്റെ കയ്യിൽ നിന്നും വിടുവിക്കുന്നവനായ ദൈവത്തിന്റെ കരങ്ങളിൽ തലമുറ സുരക്ഷിതമായി ഇരിക്കുവാൻ ഇടയായി തീരണമെങ്കിൽ ആമേൻ ചോദിക്കുന്നത് മേടിച്ചു കൊടുത്ത് അയച്ചാൽ ഒക്കത്തില്ല. പത്യോപദേശത്തിൽ അവരെ വളർത്തണം. പത്യോപദേശത്തിൽ വളർത്തണമെങ്കിൽ നാം ഉപദേശം അറിയണം. ഇന്ന് രാത്രി എങ്ങനെയെങ്കിലും ജീവിച്ച് കാലം നോക്കിയാൽ പോരാ. ആമേൻ പുതിയ വിശ്വാസികൾ ദൈവജനം ഈ ഭൂമിയിൽ എപ്രകാരം ജീവിക്കണമെന്ന് വ്യക്തമായി ദൈവം തന്റെ സഭയ്ക്ക് അനുഗ്രഹീതമായ അഭിഷിക്തന്മാരിലൂടെ ലേഖനങ്ങൾ എഴുതി നൽകുവാൻ തക്കവണ്ണം ഇടയായിത്തീരുന്നു. ഹല്ലേലൂയ. ദൈവപുത്രൻ എന്ന നിലയിൽ ഇപ്പോൾ അവനെ ആരാധിക്കാൻ ആരംഭിക്കേണ്ട ആമേൻ സമയമാണിത്. കാരണം അവൻ നിങ്ങൾക്ക് നിത്യ ജീവൻ നൽകി. ഹല്ലേലൂയ. ദൈവത്തെ ആരാധിക്കേണ്ടതിന്റെ പ്രാധാന്യം ആമേൻ തിരിച്ചറിയാതെ കണ്ട് ഇന്നും ആമേൻ സന്ധ്യാസമയങ്ങളിൽ ഭവനത്തിൽ ആമേൻ പ്രാർത്ഥന നടത്തുന്നതിന് പകരം അതേ സീരിയലിന്റെ പുറകിൽ ആമേൻ ഇൻസ്റ്റഗ്രാമിന്റെ മുമ്പിൽ ആമേൻ ഫേസ്ബുക്കിന്റെ മുമ്പിൽ ആമേൻ സമയം ചെലവഴിക്കുന്നവരുണ്ട്. ഹല്ലേലൂയ.
ഹല്ലേലൂയ. അയ്യോ, ഫേസ്ബുക്ക് വേണ്ടെന്നല്ല, ഇൻസ്റ്റഗ്രാം വേണ്ടെന്നല്ല, വാട്സപ്പ് വേണ്ടെന്നല്ല, ഗൂഗിൾ വേണ്ടെന്നല്ല, ആമേൻ, അതെ, ഗൂഗിൾ മീറ്റ് വേണ്ടെന്നല്ല, സൂം മീറ്റിംഗ് വേണ്ടെന്നല്ല, എല്ലാം വേണം. ഹല്ലേലൂയ. ഇതൊക്കെ ഉള്ളത് കൊണ്ടല്ലേ ഇന്ന് രാത്രിയിലും ഈ ലൈവിലൂടെ ഈ സന്ദേശം ലോകത്തിന്റെ അറ്റത്തേക്ക് എത്തിക്കുവാൻ സാധിക്കുന്നത്. പരിമിതിയുള്ള ലോകത്ത് പരിമിതിയില്ലാത്ത ഒരു അപ്പൻ ഒരുക്കിയ ക്രമീകരണങ്ങൾ ആമേൻ ദൈവനാമ മഹത്വത്തിന് വേണ്ടി ഉപയോഗിക്കുവാൻ നമ്മെ പ്രാപ്തരാക്കി മാറ്റിയ സർവകൃപാലുവായ ദൈവത്തിന് കരമടിച്ച് കർത്താവിന് മഹത്വം കൊടുത്താൽ ഹല്ലേലൂയ. ഇതൊന്നും മിസ്യൂസ് ചെയ്യരുത് കേട്ടോ. ഹല്ലേലൂയ. വാട്സപ്പിലും ഫേസ്ബുക്കിലും ടിവിയിലും ഒക്കെ ആമേൻ ഇരുന്ന് സാത്താൻ നിന്റെ വീട്ടിനകത്ത് പ്രവർത്തിക്കുവാൻ നീയായിട്ട് ഡോർ ഓപ്പൺ ആക്കി കൊടുക്കരുത്. ഹല്ലേലൂയ. ഇതിനകത്തൂടെ നീ അനുഭവിക്കുന്ന സന്തോഷം അനേകരിലേക്ക് എത്തിക്കുവാൻ നിനക്ക് സാധിക്കുന്നുവെങ്കിൽ നിന്നിലുള്ള കൃപ പെരുകുവാൻ, നിന്നിലൂടെ അനേകര് ഈ സന്ദേശം കേട്ട് ഈ സന്തോഷത്തിലേക്ക്, ഈ നിത്യതയിലേക്ക് എത്തുവാൻ ഇടയായി തീരും. സന്തോഷമുള്ളവർ കരമടിച്ച് കർത്താവിന് മഹത്വം കൊടുത്താൽ ആമേൻ. ദൈവപുത്രന്റെ നിലയിൽ ഇപ്പോൾ അവനെ ആരാധിക്കാൻ ആരംഭിക്കേണ്ട സമയമാണ്. കാരണം ആരാധിക്കുന്നവർക്ക് വിടുതലുള്ളത്. ഹല്ലേലൂയ. മിസ്രൈമിൽ കിടക്കുന്ന ജനത്തിന് ജോലിയുണ്ട് കേട്ടോ. ആമേൻ, ആമേൻ. ഉറക്കമില്ല, ഭക്ഷണമില്ല, സന്തോഷമില്ല, കഷ്ടപ്പെട്ട് ജോലി ചെയ്യുന്നുണ്ട്. ഇതുപോലെയാ ഒട്ടുമുക്കാലും ആളുകൾ. വിശ്രമിക്കാൻ സമയമില്ല, രാപകലില്ലാതെ കഷ്ടപ്പെടുന്നുണ്ട്. പക്ഷേ കുടുംബമായി സന്തോഷിക്കാൻ കഴിയുന്നില്ല. ആമേൻ. വ്യക്തിപരമാകുന്ന ജീവിതത്തിൽ യാതൊരു സമാധാനവുമില്ല. ആമേൻ. എന്നാൽ അത് കണ്ട് ആമേൻ അത് നിലവിളി കേട്ട് അവരെ സ്വസ്ഥതയോടെ കിടത്തി ഉറക്കുവാൻ ശക്തനായ ദൈവം മോശയിലൂടെ ഇറങ്ങിച്ചെന്ന് പ്രവർത്തിച്ചു. ഇന്ന് രാത്രിയിലും കഷ്ടപ്പെടുന്ന സഹോദര സഹോദരി മാതാവേ, കുടുംബമായി സന്തോഷിക്കുവാൻ ഉതകത്തക്ക വിധത്തിൽ നിനക്ക് വേണ്ടി പ്രവർത്തിക്കുവാൻ ശക്തനായ ദൈവം ഇന്ന് രാത്രി പാപത്തെക്കുറിച്ച് നീതിയെക്കുറിച്ച് ബോധം വരുത്തുന്ന പരിശുദ്ധാത്മാവിനെ ഇവിടെ നിന്ന് പോയിട്ട് അയച്ചിട്ടുണ്ട്. ഇന്ന് രാത്രി നീ ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ ബഹുദൂരം ആ മൈലുകൾക്കപ്പുറത്തിരിക്കുന്ന വ്യക്തി ജീവിതങ്ങളെ രൂപാന്തരപ്പെടുത്തുവാൻ ഉതകുന്ന ജീവന്റെ വചനം ആത്മാവിനെ കേൾപ്പിക്കുവാൻ ദൈവം ശക്തനാണ്. ഇന്ന് രാത്രി സന്തോഷമുള്ളവർ ഒന്ന് ഷെയർ ചെയ്യാൻ തയ്യാറാകുക. ആമേൻ. നീ ഷെയർ ചെയ്യുന്നത് വൃഥാവാകത്തില്ല. അത് കറങ്ങിത്തിരിഞ്ഞ് ആമേൻ മറ്റൊരാളിലൂടെ ആമേൻ കേൾക്കേണ്ടവരുടെ അടുത്തെത്തി അത് കേട്ട് കഴിയുമ്പോൾ സ്വസ്ഥത പ്രാപിക്കും, സമാധാനം പ്രാപിക്കും, നിത്യജീവന് അവകാശിയാകും. നീ സ്വർഗത്തിൽ ചെല്ലുമ്പോൾ ദൈവം നിനക്ക് പ്രതിഫലം തരുന്നതിന് മുമ്പ് നിന്നെ വിളിച്ചിട്ട് പറയും, അത് ഇത്രാം തീയതി, അത് 2021 ഹല്ലേലൂയ 3-ാം തീയതി ഞായറാഴ്ച രാത്രി ഇത്ര മണിക്ക് നീ കേട്ടുകൊണ്ടിരുന്ന മെസ്സേജ് നിനക്ക് അനുഗ്രഹമായി തീർന്നപ്പോ നീ അനുഭവിച്ച സന്തോഷം, നിന്റെ കൂടപ്പുറപ്പ്, നിന്റെ ചാർച്ചക്കാര്, നിന്റെ ഉറ്റവര്, നിന്റെ കൂടെ പഠിച്ചവര് നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ നീ ഷെയർ ചെയ്തില്ലേ? ആ ഷെയർ ചെയ്ത ഒറ്റ കാരണം കൊണ്ട് ആ ആത്മഹത്യക്കകത്ത് നിന്ന് അവർ വിടുതൽ പ്രാപിച്ചത്. ആമേൻ. അവർ യേശുവിനെ അറിഞ്ഞത്. എന്നാ നിന്റെ കയ്യിൽ ഇരിക്കട്ടെ എന്ന് പറഞ്ഞ് അവിടുന്ന് പ്രതിഫലം തരുമ്പോൾ സന്തോഷിക്കുവാൻ ഇടയാകും. കരമടിച്ച് കർത്താവിന് മഹത്വം കൊടുത്താൽ ഹല്ലേലൂയ. തന്റെ ഏകജാതനായ പുത്രനായ യേശു ക്രിസ്തുവിനെ അവൻ നിങ്ങൾക്ക് തന്നിട്ടുണ്ടെങ്കിൽ അവൻ നിങ്ങൾക്ക് ഹല്ലേലൂയ എന്ത് ചെയ്യുമെന്ന് അറിയണം. ഹല്ലേലൂയ. കർത്താവായ യേശു ക്രിസ്തുവിനെ ഈ ഭൂമിയിലേക്ക് പിതാവായ ദൈവം അയച്ചതിന്റെ വികാരം എന്തായിരുന്നു? നിത്യത അവനിലൂടെ മാനവരാശിക്ക് നൽകുവാനാണ്. ഹല്ലേലൂയ. അവൻ യേശുവിനെ ഹൃദയം കൊണ്ട് ഏറ്റുവാങ്ങുന്ന, യേശുവിന് വേണ്ടി ജീവിതം സമർപ്പിക്കുന്ന ദൈവമക്കൾക്ക് പ്രതിഫലമുണ്ടെന്ന്. ഹല്ലേലൂയ. അവൻ രക്ഷയുടെ ദാനത്തിനും അവൻ നിങ്ങൾക്ക് നൽകിയ നിത്യജീവിതത്തിനും ഹല്ലേലൂയ നന്ദിയുള്ളവരായി ഈ ഭൂമിയിൽ അവനെ ആരാധിപ്പാൻ കടപ്പെട്ടവരാണ് ദൈവമക്കൾ. ഹല്ലേലൂയ. ദൈവത്തെ സ്തുതിക്കുന്നതും അവനെ ആരാധിക്കുന്നതും എല്ലാം ഹല്ലേലൂയ നമ്മുടെ ജീവിതത്തിൽ ഹല്ലേലൂയ അനുഗ്രഹങ്ങളെ കൊണ്ടുവരുന്നതിന് കാരണമായി തീരും. ഹല്ലേലൂയ. നിങ്ങളുടെ അത്ഭുതത്തിനുള്ള അന്തരീക്ഷം അത് സിദ്ധിക്കപ്പെടുവാൻ തക്കവണ്ണമിടയായി തീരും. അതുകൊണ്ട് ഭവനത്തിനകത്ത് ആരാധന വെളിപ്പെടണം. അത് നാം ഒറ്റയ്ക്ക് ആയിരിക്കുന്നിടത്ത് ആരാധിക്കണം. അപ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ അനേക നന്മകൾ ലഭിക്കത്തക്ക വിധത്തിൽ അത്ഭുതങ്ങൾ നടക്കുന്നത്. ഹല്ലേലൂയ. വിശ്വാസം എന്നതോ ആശിക്കുന്നതിന്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയവുമാണ്. ഹല്ലേലൂയ. ആരാധനയിൽ അത്ഭുതങ്ങൾ നടക്കുമെന്ന്, നന്മകൾ പ്രാപിക്കുവാൻ കഴിയുമെന്ന്, നീ നന്മ നേടി പോകണ്ടെന്ന്, നീ നന്മയുടെ പുറകെ പോകണ്ടെന്ന് നീ ദൈവത്തിന് മഹത്വം കൊടുത്ത് ആരാധിക്കാൻ തയ്യാറായിക്കേ. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 16-ാം അധ്യായം 25-26 വാക്യങ്ങളിലൂടെ സഭാ ചരിത്രത്തിനകത്ത് രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇങ്ങനെയാ. അർദ്ധരാത്രിക്ക് പൗലോസും ശീലാസും പ്രാർത്ഥിച്ച്
ദൈവത്തെ പാടി സ്തുതിച്ചു. തടവുകാർ ശ്രദ്ധിച്ചുകൊണ്ടിരുന്നു. പലപ്പോഴും നമ്മൾ കേട്ട് ആവർത്തിച്ച് അത് ഗ്രഹിച്ചിട്ടുള്ള ഒരു വേദഭാഗമാണ് ഇന്ന് രാത്രി വീണ്ടും പരിശുദ്ധാത്മാവ് നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത്. ഒരു പക്ഷേ മുൻവിധിയോടുകൂടെ ഇരുന്നാൽ ഒന്നും പ്രാപിക്കാൻ കഴിയത്തില്ല. എന്നാൽ ഇന്ന് രാത്രി ഇതുവരെ നീ പ്രാപിച്ചിട്ടില്ലാത്തതൊന്ന് ഈ 2021 പ്രാരംഭ ആഴ്ച രാത്രി 3-ാം തീയതി രാത്രി നീ പുതിയതൊന്ന് പ്രാപിക്കുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അതെ ഒന്ന് ശ്രദ്ധിച്ചേ. അർദ്ധരാത്രിയെ കേട്ടോ, എല്ലാവരും കിടന്ന് ഉറങ്ങുന്ന സമയമാണ്. പക്ഷേ അവർക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല. കാരണം എന്താണെന്നറിയാമോ? അവരുടെ മേൽ ഒരു ആത്മാവ് ഉണ്ടായിരുന്നു. ആ ആത്മാവിന്റെ നിറവോടെ അവർ പോയി ദൈവവചനം പ്രസംഗിക്കാൻ തുടങ്ങി. കാരണം അവർ നിമിത്തം അനേകരെ നിത്യജീവൻ അവകാശിയാകണമെന്നുള്ള ആത്മഭാരം അവരുടെ അകത്തുണ്ടായിരുന്നത് കൊണ്ട് എല്ലാവരും നടക്കുന്നത് പോലെ, എല്ലാവരും ചിന്തിക്കുന്നത് പോലെ ചിന്തിച്ച് നടക്കാൻ അവരെ കൊണ്ട് കഴിഞ്ഞില്ല. അവര് ജീവനുള്ള ദൈവത്തെ വെളിപ്പെടുത്തുവാൻ കൃപ ലഭിച്ചവരായതുകൊണ്ട് പുഴയോരത്ത് അതേ ലുദിയ മനസ്സാന്തരപ്പെടുവാനായിട്ട് ദൈവം ഒരു പ്രസംഗം നടത്തുവാൻ അവരെ ഉപയോഗിച്ചു. ഹല്ലേലൂയ. അങ്ങനെ ആ പ്രസംഗത്തിൽ ലുദിയയുടെ ഹൃദയം ദൈവം തുറന്നു. ഹല്ലേലൂയ. അങ്ങനെ ആ കുടുംബം രക്ഷിക്കപ്പെട്ട ദൈവസഭയുടെ അംഗമായി. ഹല്ലേലൂയ. എന്നാൽ അത് ശ്രദ്ധിച്ചുകൊണ്ടിരുന്ന ഒരു ബാല്യക്കാരി പെൺകുട്ടി ഉണ്ടായിരുന്നു. പലപ്പോഴായി അവര് ഈ പ്രസംഗിക്കുന്നതെല്ലാം ശ്രദ്ധിക്കുന്ന ആ പെൺകുട്ടിയുടെ മേൽ ഒരു ദുരാത്മാവുണ്ടെന്ന് അപ്പോസ്തലനായിരിക്കുന്ന പൗലോസിന് ബോധ്യമായി. അവിടെ നിന്ന് ഓടിക്കാൻ നോക്കി. ഞാൻ ആദ്യമേ ഓർപ്പിച്ചല്ലോ, കർത്താവിന് വേണ്ടി നിൽക്കുന്നവരുടെ കൂടെ ലോകം ചേരത്തില്ല. ലോകം എപ്പോഴും അവർക്ക് എതിരായിരിക്കും. നീ സത്യത്തിന് വേണ്ടി നിൽക്കുന്ന ഒരു ദൈവമൈതനാണെങ്കിൽ ലോകക്കാരെ പോലെ ആകരുത്. ലോകവും അതേ ദൈവവുമായി ഇഴകിച്ചേരുന്നില്ല. ലോക സ്നേഹം ദൈവത്തോട് ശത്രുത്വമാണ്. ഈ വേർപാടില്ലാതെ കണ്ട് ലോകക്കാരെ കൂട്ടുപിടിച്ച് ലോകക്കാരെ പ്രീതിപ്പെടുത്തി നീ കർത്താവിന്റെ വേല ചെയ്യാൻ നോക്കിയാൽ അത് നടക്കത്തില്ല. കാരണം ലോകവും അത് ഇരുളും വെളിച്ചവും യോജിക്കത്തില്ല. നോക്കണമേ, അവളിലുള്ള അശുദ്ധാത്മാവിന് പുറത്തു പോകുവാൻ പറഞ്ഞപ്പോൾ അവളിലുള്ള ഭൂതം അവളെ വിട്ടുപോയി. ഹല്ലേലൂയ. ഇന്ന് രാത്രി അഭിഷക്ത ഗണത്തിൽപ്പെട്ട അഭിഷക്തന്മാരെ, നിന്നിലൂടെ ലോകത്ത് ദൈവപ്രവൃത്തി വെളിപ്പെടുത്തുവാൻ ദൈവം കണ്ടിരിക്കുന്നത് കൊണ്ട് നീ ആയിരിക്കുന്നിടത്ത് ആത്മാവിൽ നിറഞ്ഞ് അഭിഷേകത്തിന്റെ സന്ദേശം വിളിച്ചു പറയുമ്പോൾ അത് കൊള്ളാമെന്ന് പറഞ്ഞു വരുന്നവരെ വിവേചിച്ചോണം. ഹല്ലേലൂയ. കൊള്ളാമെന്ന് പറഞ്ഞു വന്നവളെ വിവേചിച്ച് അവിടെയുള്ള ഭൂതത്തോട് പുറത്തു പോകുവാൻ കൽപ്പിച്ചപ്പോൾ ഹല്ലേലൂയ അവിടെ പ്രതികൂലങ്ങൾ ഉണ്ടായി. ഹല്ലേലൂയ. അവിടെ പ്രതിസന്ധികൾ ഉണ്ടായി. ദൈവവചനം വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ചില പൈശാചിക മണ്ഡലങ്ങൾ ഇളകി നിന്നെ വിമർശിക്കുമ്പോൾ, നിന്നെ ഒതുക്കാൻ നോക്കുമ്പോൾ നീ ഓർത്തോട് ശുശ്രൂഷ വെളിപ്പെടുകയാണ്. ഹല്ലേലൂയ. യഥാർത്ഥ ദൈവമക്കൾക്ക് ഹല്ലേലൂയ അവരുടെ കഷ്ടതകളെയും പീഡനങ്ങളെയും എങ്ങനെ നേരിടാമെന്ന് ഹല്ലേലൂയ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പഠിപ്പിക്കും. ഹല്ലേലൂയ. ശാപത്തിന് പകരം പ്രാർത്ഥന, നീരസത്തിന് പകരം, പരാതിക്കും പകരം പാട്ടുകൾ. ഹല്ലേലൂയ. ആശയക്കുഴപ്പത്തിനും വിഷാദത്തിനും പകരം ദൈവിക ആശ്വാസം, പ്രതികാരത്തിന്റെ ദാഹത്തിന് പകരം സന്തോഷം. ഹല്ലേലൂയ. 5-ാം അധ്യായം 44-ാം വാക്യത്തിൽ സഭാചരിത്രം ഹല്ലേലൂയ 5:41 അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 5:41 നമുക്ക് കാണുവാൻ കഴിയുന്നത് ഇങ്ങനെയാണ്: തിരുനാമത്തിനു വേണ്ടി അപമാനം സഹിപ്പാൻ യോഗ്യരായി എണ്ണപ്പെടുകയാണ് അവർ സന്തോഷിച്ചുകൊണ്ട് ന്യായാധിപ സംഘത്തിന്റെ മുമ്പിൽ നിന്ന് പുറപ്പെട്ടു പോയി. ഹല്ലേലൂയ. നോക്കണമേ, കർത്താവിന്റെ നാമത്തിന് വേണ്ടി അപമാനം സഹിപ്പാൻ യോഗ്യരായി എണ്ണപ്പെടുകയാണ് അവർ സന്തോഷിച്ചുകൊണ്ട്. അപ്പൊ കർത്താവിന്റെ വേലയോടുള്ള ബന്ധത്തിൽ നീ ഒറ്റപ്പെടുമ്പോൾ, നിന്നെ ഒറ്റപ്പെടുത്തുമ്പോൾ, ഹല്ലേലൂയ, ഇന്ന് നിന്നെ കൈയടിച്ച് വാനോളം പുകഴ്ത്തി കൊള്ളാമെന്ന് പറഞ്ഞ് ആളുകൾ മുമ്പോട്ട് വരാതെ കാണുമ്പോൾ നീ ക്ഷീണിക്കരുത്. നീ ഒറ്റക്കാണല്ലോ എന്ന് ഓർത്ത് ചിന്തിച്ചു പോകരുത്. നമ്മുടെ കർത്താവിനോട് ചേർന്ന് നിൽക്കാൻ അധികം ആരും ഉണ്ടായിരുന്നില്ല. കാരണം എന്താ? അവന്റെ നീതിയോട് അത് പുലർത്തി, നീതി പുലർത്തി ജീവിക്കുവാൻ
ചുരുക്കം ചിലരെ ഉണ്ടായിരുന്നുള്ളൂ. ഇന്നും അങ്ങനെയാ. നീതി ഉള്ളിടത്ത് കൂടാൻ ആളുകൾ കുറവാ. അനീതിക്കും വഞ്ചനയ്ക്കും കൊള്ളരുതായ്മയ്ക്കും നിൽക്കുന്നവരുടെ കൂടെ കൂടാൻ ആളുകൾ ഇഷ്ടം പോലെയാണ്. ഹല്ലേലൂയ. കർത്താവായ യേശുവിനെ സ്നേഹിക്കുന്നവരും അല്ലാത്തവരും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് തിരിച്ചറിയണം. നിന്ദയും അപമാനവും സന്തോഷത്തോടെ സഹിക്കാൻ അവർക്ക് കഴിഞ്ഞു. നോക്കണമേ, അപ്പോസ്തലനായിരിക്കുന്ന പൗലോസ് ശ്ലീഹ, ഹല്ലേലൂയ, അത് പൗലോസ് ശീലാസ് കാരാഗ്രഹത്തിനകത്ത് കിടക്കുമ്പോൾ, ഹല്ലേലൂയ, അവര് ചെയ്ത തെറ്റെന്താണ്? ഹല്ലേലൂയ, അവർ ദൈവവചനം പ്രസംഗിച്ചു. ഹല്ലേലൂയ. നാളുകളായി ഒരു സ്ത്രീയെ ബന്ധിച്ചിരുന്ന പൈശാചിക ശക്തിയെ ഒഴിപ്പിച്ചു. ഹല്ലേലൂയ. അല്ലാതെ മോഷ്ടിച്ചില്ല, അല്ലാതെ രാജദ്രോഹ കുറ്റമൊന്നും ചെയ്തില്ല. ജീവിക്കുന്ന ദൈവത്തെ രുചിച്ചറിഞ്ഞ അഭിഷിക്തന്മാര് യേശു ജീവിക്കുന്നു എന്ന് പ്രസംഗത്തിലൂടെ തെളിയിച്ചു. ഹല്ലേലൂയ. ഇതാണ് അവർ ചെയ്ത തെറ്റ്. ഈ തെറ്റിനെ ഹല്ലേലൂയ തെറ്റായി ഹല്ലേലൂയ ഈ നല്ല കാര്യത്തെ തെറ്റായി കണ്ട് അവരെ ജയിലിനകത്ത് കൊണ്ടിട്ട് കാരാഗ്രഹത്തിനകത്തിട്ടുകൊണ്ട് അവരെ ഒതുക്കാൻ നോക്കിയവരുടെ മുമ്പിൽ ഹല്ലേലൂയ അടങ്ങിയിരുന്ന ഒരു ദൈവത്തെ അല്ല നമുക്ക് കാണുവാൻ കഴിയുന്നത്. ദൈവം പ്രവർത്തിക്കാൻ വേണ്ടി അവർ ചെയ്തത്, അവർ അർദ്ധരാത്രി പാടി പ്രാർത്ഥിച്ചു, ദൈവത്തെ സ്തുതിച്ചു. അപ്പോ സ്തുതിക്കും ആരാധനയ്ക്കും പ്രാർത്ഥനയ്ക്കും ദൈവത്തിന് പ്രവർത്തിക്കുവാൻ നാം അവസരം കൊടുക്കുകയാണ്. അതുകൊണ്ട് ഒറ്റപ്പെട്ട് ഇന്ന് കഷ്ടത്തോടെ, വേദനയോടെ, നിരാശയോടെ ഇത്രയെല്ലാം കർത്താവിന് വേണ്ടി ശുഷ്കാന്തിയോടെ നിന്നിട്ടും ഇതൊക്കെയാണല്ലോ എന്റെ ജീവിതത്തിൽ എന്ന് പറഞ്ഞ് ഒതുങ്ങിപ്പോകാതെ അർദ്ധരാത്രിയിൽ നീ ഉണർന്നൊന്ന് പ്രാർത്ഥിക്കാൻ തയ്യാറാണോ? നീ സ്തുതിക്കാൻ തയ്യാറാണോ? സ്തുതികളിമേ വസിക്കുന്ന സർവശക്തനായ ദൈവം കാരാഗ്രഹത്തിന്റെ അടിത്തറയിൽ ഇറക്കി. ഹല്ലേലൂയ. കാരാഗ്രഹ പ്രമാണി ഭയപ്പെട്ട് ചോദിച്ചു, യജമാനന്മാരെ, ഞങ്ങൾ എന്ത് ചെയ്യണം? രക്ഷപ്രാപിപ്പാൻ ഉലകത്തിൽ ഒരേ ഒരു വഴിയേ ഉള്ളൂ. നീ നിന്റെ കുടുംബവും കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുക, എന്നാൽ നീ നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. ഹല്ലേലൂയ. ഈ രക്ഷയുടെ സന്തോഷം അനുഭവിപ്പാൻ നാളിതുവരെ കഴിയാത്ത അവസ്ഥയിലാണ് താങ്കളെങ്കിൽ ഇത് സത്യം. വിശ്വസിക്കുന്നവർക്ക് ദൈവശക്തിയായി വ്യാപരിക്കും. ദൈവത്തിന്റെ വചനം ഇന്ന് രാത്രിയിലും പാപബോധമുളവാക്കി പാപിയെ സ്നേഹിക്കുന്ന, പാപത്തെ വെറുക്കുന്ന യേശുവിനെ കുറിച്ചുള്ള സന്ദേശം ഇന്ന് രാത്രി നിന്റെ സ്ഥിതിയെ മാറ്റിമറിക്കുവാൻ, നിത്യമായ സമാധാനവും സന്തോഷവും സ്വസ്ഥതയും നൽകുവാൻ കഴിയുന്ന സന്ദേശം. സത്യത്തിന്റെ ആത്മാവ് വരുമ്പോഴോ അവൻ നിങ്ങളെ സകല സത്യത്തിലും വഴി നടത്തും. അവൻ സ്വയമായി സംസാരിക്കാതെ താൻ കേൾക്കുന്നത് സംസാരിക്കുകയും വരുവാനുള്ളത് നിങ്ങൾക്ക് അറിയിച്ചു തരികയും ചെയ്യും. ഹല്ലേലൂയ. അവൻ ഇന്ന് രാത്രി ദൈവത്തിന്റെ ആത്മാവ്, ഹല്ലേലൂയ, സകല സത്യത്തിലും വഴി നടത്തുന്നത്. അതുകൊണ്ട് ഈ ആത്മാവിനെ പ്രാപിച്ച് ജീവിക്കുവാൻ കൃപ ലഭിച്ച ദൈവമക്കളെ, ഇനിയുള്ള നാളുകളിൽ എന്താണ് ജീവിതത്തിന്റെ മുമ്പിൽ സംഭവിക്കുവാൻ പോകുന്നതെന്ന് നമുക്ക് മുൻകൂട്ടി അറിയത്തില്ല. എന്ത് സംഭവിച്ചാലും അവിടെ തകർന്നു പോകാതെ സുരക്ഷിതമായി മുമ്പോട്ട് പോകണമെങ്കിൽ ഉയരത്തിലെ അഭിഷേകം വേണം, ഉയരത്തിലെ ആത്മാവിനെ വേണം. ഇത് കാശ് കൊടുത്താൽ കിട്ടുന്നതല്ല. ഇത് ദൈവസന്നിധി യഥാസ്ഥാനപ്പെട്ട് മാനസാന്തരപ്പെട്ട് ജീവിക്കുന്നവർക്ക് ദൈവം ദാനമായി നൽകുന്നതാണ്. മത്തായി സുവിശേഷം 5-ാം അധ്യായം 11-12 വാക്യങ്ങൾ വായിക്കുമ്പോൾ, എന്റെ നിമിത്തം നിങ്ങളെ പഴിക്കുകയും ഉപദ്രവിക്കുകയും നിങ്ങളെ കൊണ്ട് എല്ലാ തിന്മയും കളവായി പറയുകയും ചെയ്യുമ്പോൾ നിങ്ങൾ ഭാഗ്യവാന്മാർ. ഹല്ലേലൂയ. നിങ്ങളെ കുറിച്ച് കളവായി പറയുന്ന ഈ അടുത്ത ദിവസം എനിക്കുണ്ടായ ഒരു അനുഭവം ഞാൻ ലൈവിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഹല്ലേലൂയ. ഞാൻ പാർക്കുന്ന ഈ ഭവനത്തിന്റെ ഹൗസ് ഓണറെ വിളിച്ചിട്ട് ഇവിടെ ഭയങ്കര ഒച്ചയാണ്, ഇവിടെ ഭയങ്കര ബഹളമാണ് എന്ന് വിളിച്ചു പറഞ്ഞു. ആ സമയത്ത് ഹൗസ് ഓണർ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, നിങ്ങളെ കുറിച്ച് പരാതിയുമായി സ്റ്റേഷനിലേക്ക് പോകുകയാണ്. അപ്പോ എന്നോട് ചോദിച്ചു, അത് എന്താണ് അവിടെ? അപ്പൊ ഞാൻ പറഞ്ഞു, കഴിഞ്ഞ 6 വർഷമായി ഞാൻ ഇവിടെ ഇരിക്കുന്നല്ലോ. എന്നിൽ നിന്ന് എന്താണ് നിങ്ങൾക്ക് ബുദ്ധിമുട്ടായിട്ടുണ്ടായത്? ഒന്നും ഉണ്ടായിട്ടില്ല. ഇന്ന് അവിടെ നിന്ന് ആരോ പേര് വെളിപ്പെടുത്താതെ വിളിച്ചു പറഞ്ഞു എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ആകെ ചെയ്യുന്നത് നരഭോജിയെ നരസ്നേഹിയാക്കി മാറ്റുന്ന ദൈവത്തെ കുറിച്ച് ഈ ലൈവിൽ 1 മണിക്കൂർ അല്ലെങ്കിൽ 1.5 മണിക്കൂർ അത് സംസാരിക്കുക എന്നുള്ളതാണ്. അതല്ലാതെ അപ്പുറം മറ്റൊന്നും ഇവിടെ ചെയ്യാറില്ല. ഇന്ന് വരെ അതിനെ പ്രതികരിച്ച് ആരും ഒരു പരാതിയുമായിട്ട് വന്നിട്ടില്ല. എന്നാൽ അന്നേ ദിവസം പകല് വൈകുന്നേരത്തെ ഈ ലൈവിൽ പാടാൻ വേണ്ടി ഒരു പാട്ട് എന്റെ കുഞ്ഞുങ്ങൾ പാടുവാനായിട്ട് ഒന്ന് ശ്രമിച്ചു. ഹല്ലേലൂയ. അപ്പോഴാണ് ഹല്ലേലൂയ ഇങ്ങനൊരു പ്രയാസം ഉണ്ടായത്. എന്റെ നിമിത്തം നിങ്ങളെ പഴിക്കുകയും ഉപദ്രവിക്കുകയും നിങ്ങളെ കൊണ്ട് എല്ലാ തിന്മയും കളവായി പറയുകയും ചെയ്യുമ്പോൾ നിങ്ങൾ ഭാഗ്യവാന്മാർ.
ഹൗസ് ഓണർ ഇങ്ങനെ പറഞ്ഞു, നിങ്ങൾ ചീത്ത വിളിക്കുകയോ നിങ്ങൾ ആമേൻ ലോകത്തിന് നിരക്കാത്ത കാര്യങ്ങൾ ചെയ്യുകയോ ഇല്ലെന്ന് എനിക്കറിയാം. ആമേൻ അത് പറഞ്ഞത് എന്തുകൊണ്ടാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. പ്രിയമുള്ളവരെ, സ്വർഗത്തിൽ നിങ്ങളുടെ പ്രതിഫലം വലുതാകൊണ്ട് സന്തോഷിച്ചു ഉല്ലസിപ്പിൻ. നിങ്ങൾക്ക് മുമ്പേ ഉണ്ടായിരുന്ന പ്രവാചകന്മാരെയും അവർ അങ്ങനെ ഉപദ്രവിച്ചുവല്ലോ. സത്യത്തിനു വേണ്ടി നാം നിൽക്കുമ്പോൾ, കർത്താവിന്റെ നീതിക്ക് വേണ്ടി നാം നിൽക്കുമ്പോൾ, കർത്താവിന്റെ രാജ്യത്തിനു വേണ്ടി നാം സമർപ്പിക്കപ്പെടുമ്പോൾ ഈ ലോകം അപ്രകാരം നമ്മളെയും പകയ്ക്കുവാൻ തക്കവണ്ണം ഇടയായി തീരുന്ന സമയത്ത് നാം ഭാഗ്യവാന്മാരാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് മുൻപോട്ട് പോകുവാൻ സ്വർഗത്തിലെ വലിയവനായ ദൈവം ഈ പുതുവർഷത്തിന്റെ പ്രാരംഭത്തിൽ നമ്മെ ആമേൻ അത് ആഹ്വാനം ചെയ്യുകയാണ്, നമ്മെ ഉപദേശിക്കുകയാണ്. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു തന്നെ അനുഗമിച്ച് തന്റെ ശിഷ്യന്മാരോട് പറഞ്ഞ വചനമാണ് ഇന്ന് രാത്രി ഞാൻ ഓർപ്പിച്ചുണർത്തിയത്. യാക്കോബ് അപ്പോസ്തലൻ എഴുതിയ 1-ാം ലേഖനം അതിന്റെ 2-ാം വാക്യത്തിൽ ഇങ്ങനെ കാണുന്നു: എന്റെ സഹോദരന്മാരെ, നിങ്ങൾ വിവിധ പരീക്ഷകളിൽ അകപ്പെടുമ്പോൾ നിങ്ങളുടെ വിശ്വാസത്തിന്റെ പരിശോധന സ്ഥിരത ഉളവാക്കുന്നു എന്ന് അറിഞ്ഞ് അത് അശേഷം സന്തോഷമെന്ന് എണ്ണുവിൻ. ഹല്ലേലൂയ. നമ്മുടെ വിശ്വാസ ജീവിത യാത്രയിൽ പരീക്ഷകൾ കടന്നു വരുമ്പോൾ നിങ്ങളുടെ വിശ്വാസത്തിന്റെ പരിശോധന സ്ഥിരത ഉളവാക്കുന്നുവെന്ന് അറിഞ്ഞ് അത് അശേഷം സന്തോഷമെന്ന് എണ്ണുവാൻ തക്കവണ്ണം ഇടയായി തീരണം. ആമേൻ. ഈ ഭൂമിയിലെ ജീവിതം സന്തോഷത്തിന്റെ പരിപൂർണതയിലേക്ക് കൈപിടിച്ച് നടത്തുവാനാണ് നമ്മുടെ കർത്താവ് ഈ ഭൂമിയിലേക്ക് വന്നത്. ഹല്ലേലൂയ. തന്നെ അനുഗമിച്ച അരുമശിഷ്യനായ പത്രോസ് എഴുതിയ 1-ാം ലേഖനം 4-ാം അധ്യായം അതിന്റെ 12-16 വാക്യങ്ങളിൽ ഇങ്ങനെ നമുക്ക് കാണുവാൻ കഴിയുന്നു: ന്യായപ്രമാണ കർത്താവും ന്യായാധിപതിയും ഒരുവനെയുള്ളൂ, രക്ഷിപ്പാനും നശിപ്പിപ്പാനും ശക്തനായവൻ തന്നെ, കൂട്ടുകാരനെ വിധിപ്പാൻ നീയാണ്. ഇന്നോ നാളെയോ ഞങ്ങൾ ഈ പട്ടണത്തിൽ പോയി അവിടെ 2 ആണ്ട് കഴിച്ച് വ്യാപാരം ചെയ്ത് ലാഭമുണ്ടാക്കും എന്ന് പറയുന്നവരെ കേൾപ്പി. നാളത്തേത് നിങ്ങൾ അറിയുന്നില്ലല്ലോ. നിങ്ങളുടെ ജീവൻ എങ്ങനെയുള്ളത്? അല്പനേരത്തേക്ക് കാണുന്നതും പിന്നെ മറന്നു പോകുന്നതുമായ ആവിയല്ലോ. കർത്താവിന് ഇഷ്ടമുണ്ടെങ്കിൽ ഞങ്ങൾ ജീവിച്ചിരുന്ന ഇന്നത് ചെയ്യും എന്നല്ലയോ പറയേണ്ടത്. ഹല്ലേലൂയ. ഇവിടെ ഈ അപ്പോസ്തലന്മാർ ആമേൻ അപമാനത്തിനും ആമേൻ ഹല്ലേലൂയ അതെ കഷ്ടങ്ങൾക്കും ആമേൻ സമർപ്പിക്കപ്പെടുന്നവരും ഹല്ലേലൂയ അവരിലൂടെ ആമേൻ ദൈവനാമം മഹിമപ്പെടത്തക്ക വിധത്തിൽ ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെട്ടുകൊണ്ടിരുന്നു. ഹല്ലേലൂയ. എന്നാൽ ആമേൻ അപ്പോസ്തലന്മാർ അപമാനത്തിനും ഹല്ലേലൂയ ആമേൻ നിന്ദയ്ക്കും ഉളവാക്കുന്ന അഭിമാനത്തിനും ഹല്ലേലൂയ അതീതരായിരുന്നു. ഹല്ലേലൂയ. കാരണം ദൈവത്തിന്റെ ആത്മാവ് അവരോട് കൂടെ ഉണ്ടായിരുന്നു, ദൈവകൃപ അവരുടെ മേലുണ്ടായിരുന്നു. മത്തായി സുവിശേഷം 5:10-11-12 വാക്യങ്ങളിൽ യേശു കർത്താവ് ഇങ്ങനെയാ ഇനി പ്രഭാഷണം നടത്തിയപ്പോ പറഞ്ഞത്: നീതി നിമിത്തം ഉപദ്രവിക്കപ്പെടുന്നവർ ഭാഗ്യവാന്മാർ, സ്വർഗരാജ്യം അവർക്കുള്ളത്. എന്റെ നിമിത്തം നിങ്ങളെ പഴിക്കുകയും ഉപദ്രവിക്കുകയും നിങ്ങളെ കൊണ്ട് എല്ലാ തിന്മയും കളവായി പറയുകയും ചെയ്യുമ്പോൾ നിങ്ങൾ ഭാഗ്യവാന്മാർ. ഹല്ലേലൂയ. സ്വർഗത്തിൽ നിങ്ങളുടെ പ്രതിഫലം വലുതാകൊണ്ട് സന്തോഷിച്ചുല്ലസിപ്പീൻ. നിങ്ങൾക്ക് മുമ്പ് ഉണ്ടായിരുന്ന പ്രവാചകന്മാരെയും അവർ അങ്ങനെ തന്നെ ഉപദ്രവിച്ചുവല്ലോ. ഹല്ലേലൂയ. അത് തന്നെയല്ല, കഷ്ടത സഹിഷ്ണുതയും സഹിഷ്ണുത സിദ്ധതയും സിദ്ധത പ്രത്യാശയും ഉളവാക്കുന്നു എന്ന് അറിഞ്ഞ് ഹല്ലേലൂയ ക്രിസ്തുവിന്റെ കഷ്ടങ്ങളിൽ ആമേൻ അതെ ഞങ്ങൾ പെരുകുന്നത് പോലെ തന്നെ ക്രിസ്തുവിനാൽ ഞങ്ങളുടെ ആശ്വാസവും പെരുകുന്നു. പ്രിയമുള്ളവരെ, ഈ 2021 ക്രിസ്ത്യാനിയായി ജീവിക്കുവാൻ കൃപ ലഭിച്ച ദൈവമക്കൾ വിശുദ്ധിയും വേർപാടും പ്രതിഷ്ഠിച്ച് സത്യത്തിനു വേണ്ടി നീതിക്ക് വേണ്ടി നിലനിൽക്കുമ്പോൾ പീഡകൾ വർദ്ധിച്ചേക്കാം, പ്രതികൂലങ്ങൾ വർദ്ധിച്ചേക്കാം. എന്നാൽ കഷ്ടങ്ങളിലും ഏറ്റവും അടുത്ത തുണയായിരിക്കുന്ന കർത്താവ് കൂടെ ഇരുന്ന് ജയത്തോടെ നയിപ്പാൻ തക്കവണ്ണം ഇടയായി തീരും. ക്രിസ്തുവിന്റെ കഷ്ടങ്ങൾക്ക് പങ്കുള്ളവരാകും തോറും സന്തോഷിച്ചു കൊള്ളുവിൻ. അങ്ങനെ നിങ്ങൾ അവന്റെ തേജസ്സിന്റെ പ്രത്യക്ഷതയിൽ ഉല്ലസിച്ച് ആനന്ദിപ്പിൻ. ഹല്ലേലൂയ. ഇന്ന് രാത്രി ആമേൻ ക്രിസ്തുവിന്റെ കഷ്ടങ്ങളിൽ പങ്കുള്ളവരാകും തോറും സന്തോഷിക്കുവാനുള്ളതക്ക വിധത്തിൽ ഹല്ലേലൂയ അവന്റെ തേജസ്സിന്റെ പ്രത്യക്ഷതയിൽ ഉല്ലസിച്ച് ആനന്ദിപ്പാൻ തക്കവണ്ണം ഇടയാകുന്ന ഒരു നല്ല സുദിനം അടുത്തുകൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് ഓരോരുത്തരും വരം ലഭിച്ചതുപോലെ വിവിധമായുള്ള ദൈവകൃപയുടെ നല്ല ഗ്രഹ വിചാരകന്മാരായി അതിനെ കൈക്കൊണ്ട് ഹല്ലേലൂയ അന്യോന്യം ശുശ്രൂഷിച്ച് മുൻപോട്ട് പോകുവാൻ സ്വർഗത്തിലെ വലിയവനായ ദൈവം ഈ 2021
2021 എല്ലാവരെയും സഹായിക്കട്ടെ, അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഹല്ലേലൂയ. ആമേൻ. അവർ തങ്ങളുടെ ഇടയന്റെ സംരക്ഷണയിലാണെന്നും ഹല്ലേലൂയ പ്രപഞ്ചത്തിന് കർത്താവിന് ഇതെല്ലാം ആമേൻ ഹല്ലേലൂയ നിയന്ത്രിക്കുവാൻ അധികാരമുണ്ടെന്നും തിരിച്ചറിഞ്ഞുകൊണ്ട് ഹല്ലേലൂയ മുൻപോട്ട് ശുശ്രൂഷയിൽ ആമേൻ ഉയർന്നു വരത്തക്ക വിധത്തിൽ പ്രവൃത്തിയിൽ വലിയവനായ ദൈവത്തിന്റെ കരം ഇന്ന് രാത്രി വിശ്വസിക്കുന്നവർക്ക് അനുകൂലമായി ചലിക്കുമെന്ന് വിശ്വസിക്കുന്നവർ കരമടിച്ച് കർത്താവിന് മഹത്വം കൊടുത്താട്ട് ഹല്ലേലൂയ. അത് പെട്ടെന്ന് വലിയൊരു ഭൂകമ്പമുണ്ടായി. ആമേൻ. അത് അർദ്ധരാത്രിയിൽ പൗലോസും ശീലാസും ആമേൻ പ്രാർത്ഥിച്ച് പാടി സ്തുതിച്ചു കൊണ്ടിരുന്നപ്പോൾ പെട്ടെന്ന് ഒരു ഭൂകമ്പം ഉണ്ടായി. കാരാഗ്രഹത്തിന്റെ അടിസ്ഥാനങ്ങൾ കുലുങ്ങി, വാതിലൊക്കെയും തുറന്നുപോയി, എല്ലാവരെയും ചങ്ങല അഴിഞ്ഞു വീണു. കൃപ ലഭിച്ച ദൈവമക്കളെ, നാം രാത്രിയിൽ പ്രാർത്ഥിക്കുമ്പോൾ, പാടുമ്പോൾ, സ്തുതിക്കുമ്പോൾ അനേകരുടെ ചങ്ങലകൾ അഴിഞ്ഞു വീഴുവാൻ തക്കവണ്ണം ഇടയായിത്തീരും. അനേക ബന്ധിതർ മോചിതരാകുവാൻ ഇടയായിത്തീരും. ഇന്ന് രാത്രി അങ്ങനെ വിശ്വസിക്കുന്നവർ കരമടിച്ച് കർത്താവിന് മഹത്വം കൊടുക്കാത്ത പൗലോസും ശീലാസിനെയും തകർക്കാൻ സത്താൻ നടത്തിയ ആ ശ്രമത്തിന് വളരെ അധികം ഹല്ലേലൂയ പ്രയത്നങ്ങൾ ഉണ്ടായിരുന്നു. അവരുടെ പ്രയത്നങ്ങളെല്ലാം നിഷ്ഫലമായി പോകത്തക്ക വിധത്തിൽ സ്തുതിയും പ്രാർത്ഥനയും ആരാധനയും വെളിപ്പെട്ടപ്പോൾ ഹല്ലേലൂയ ദൈവ പ്രവൃത്തി വെളിപ്പെടുവാൻ തക്കവണ്ണം ഇടയായിത്തീരുന്നു. തന്റെ ദാസന്മാരെ ന്യായീകരിക്കാൻ ഹല്ലേലൂയ ആമേൻ ആ സ്ഥലത്ത് തന്റെ സുവിശേഷം പ്രചരിപ്പിക്കുവാനും ദൈവം ഈ വഴി എന്ത് ചെയ്തു? തെരഞ്ഞെടുത്തു. ഹല്ലേലൂയ. അവൻ എല്ലായ്പ്പോഴും അത്തരം രീതികൾ ആമേൻ സ്വീകരിക്കണമെന്നില്ല, എല്ലാവരെയും അതുപോലെ നയിക്കണമെന്നില്ല. ഹല്ലേലൂയ. പൗലോസിനെയും ശീലാസിനെയും തകർക്കാൻ നോക്കിയ ആ ശ്രമം പരാജയപ്പെട്ട് ഹല്ലേലൂയ അവിടെ ദൈവപ്രവൃത്തി വെളിപ്പെടുത്തുവാൻ ഇടയായി തീർന്നെങ്കിൽ ഇന്ന് രാത്രി കഷ്ടതയിലൂടെ, വേദനയിലൂടെ, നിരാശയിലൂടെ, ആകുലതയുടെ കടന്നുപോകുന്ന ഏതെങ്കിലും ഒരു ദൈവപൈതൽ ഇന്ന് രാത്രി വചനം ശ്രവിക്കുന്നുവെങ്കിൽ നിന്നിലൂടെ ആമേൻ നിന്നെ നിന്ദിക്കുന്ന, നിന്നെ അവഹേളിക്കുന്ന, നിന്നെ ഒറ്റപ്പെടുത്തുന്ന, നിന്നെ പുച്ഛിക്കുന്നവരുടെ മുമ്പിൽ ദൈവപ്രവൃത്തി വെളിപ്പെടുത്തി ദൈവനാമം നിന്നിലൂടെ മഹത്വപ്പെടുമാറ് ഈ 2021 ആമേൻ ദൈവം പ്രവർത്തിപ്പാൻ ശക്തരാണ്. അവർ ഉറക്കെ നിലവിളിച്ചു, ചെവി പൊത്തിക്കൊണ്ട് ഒന്നിച്ച് അവന്റെ നേരെ പാഞ്ഞു ചെന്നു. ഹല്ലേലൂയ. അവനെ നഗരത്തിൽ നിന്ന് തള്ളി പുറത്താക്കി കല്ലെറിഞ്ഞ് സാക്ഷികൾ തങ്ങളുടെ വസ്ത്രം ശൗലെന്ന് പേരുള്ള ഒരു ബാല്യക്കാരന്റെ കാൽക്കൽ വെച്ചു. ഹല്ലേലൂയ. ആമേൻ. പ്രവൃത്തികളുടെ പുസ്തകം 7:57-58 വാക്യമാണ്. ഹല്ലേലൂയ. ഇത് ഉള്ളത് തന്നെയോ എന്ന് മഹാപുരോഹിതൻ ചോദിച്ചതിന് അവൻ പറഞ്ഞത്, സഹോദരന്മാരും പിതാക്കന്മാരുമായ പുരുഷന്മാരെ കേൾപ്പി, നമ്മുടെ പിതാവായ അബ്രഹാം ഹാരാനിൽ വന്ന് പാർക്കും മുമ്പേ മെസൊപ്പൊത്താമ്യയിൽ ഇരിക്കുമ്പോൾ തന്നെ തേജോമനായ ദൈവം അവന് പ്രത്യക്ഷനായി. നിന്റെ ദേശത്ത് നിന്റെ ചാർച്ചക്കാരെ വിട്ട് ഞാൻ നിനക്ക് കാണിച്ചു തരുന്ന ദേശത്തേക്ക് ചെല്ലുക എന്ന് പറഞ്ഞു. അങ്ങനെ അവൻ കൽദയരുടെ ദേശം വിട്ട് ഹാരാനിൽ വന്നു പാർത്തു. അവന്റെ അപ്പൻ മരിച്ച ശേഷം ദൈവം അവനെ അവിടെ നിന്നും നിങ്ങൾ ഇപ്പോൾ പാർക്കുന്ന ഈ ദേശത്തിൽ കൊണ്ടുവന്ന് പാർപ്പിച്ചു. അവന് അതിലൊരു കാലടി നിലം പോലും അവകാശം കൊടുത്തില്ല. അവന് സന്തതിയില്ലാതിരിക്കെ അവന്റെ ശേഷം അവന്റെ സന്തതിക്കും അതിനെ കൈവശമായി നൽകുമെന്ന് അവനോട് വാഗ്ദത്തം ചെയ്തു. അവന്റെ സന്തതി അന്യദേശത്ത് ചെന്ന് പാർക്കും. ആ ദേശക്കാർ അവരെ അടിമയാക്കി 400 സംവത്സരം പീഡിപ്പിക്കും എന്ന് ദൈവം കൽപ്പിച്ചു. അവർ സേവിക്കുന്ന ജാതിയെ ഞാൻ ന്യായം വിധിക്കും. അതിനുശേഷം അവർ പുറപ്പെട്ടു വന്ന് ഈ സ്ഥലത്ത് എന്നെ സേവിക്കും എന്ന് ദൈവം അരുളി ചെയ്തു. എന്നാൽ അവൻ ഉപയോഗിക്കുന്ന ഏത് രീതികളും ഹല്ലേലൂയ അവ ജ്ഞാനവും നല്ലതുമാണെന്ന് നമുക്ക് ഉറപ്പുണ്ടായിരിക്കണം. ഹല്ലേലൂയ. ദൈവമക്കളെ വിളിച്ചിറക്കിയ ഒരു വ്യക്തിയെ ഏത് നിലയിൽ മുമ്പോട്ട് നയിക്കണമെന്ന് ദൈവം അറിഞ്ഞാണ് വിളിക്കുന്നത്. അതുകൊണ്ട് ഈ 2021 കാണുമാറാക്കിയ ദൈവം ഇന്നലകളിൽ നിന്നെ കേൾപ്പിച്ച ആ ദൂത് നിന്നിലൂടെ നിറവേറ്റുവാൻ ശക്തനാണ്. നീ കേട്ട ആ വാഗ്ദത്തം അതെ നിന്നിൽ നിറവേറ്റുവാൻ ദൈവം ശക്തനാണ്. ഇന്ന് രാത്രി എല്ലാ കണ്ണുകളും അടച്ചാക്ക. കേട്ട ദൂതിന്റെ മുമ്പിൽ ആമേൻ തകർന്നു പോകുവാനല്ല, തകർക്കുന്നവന്റെ കയ്യിൽ നിന്ന് സുരക്ഷിതമായി ജീവിക്കുവാനത്രേ. കഴിഞ്ഞ നാടുകളിൽ നീ രക്ഷിക്കപ്പെടുന്നതിന് മുമ്പ് ആയിരുന്ന ആ കഷ്ടത്തിനകത്തു നിന്ന്, ആ വേദനയ്ക്കകത്തു നിന്ന് കരുണാ സമ്പന്നനായ ദൈവം അവന്റെ പുത്രനായ യേശു ക്രിസ്തുവിലൂടെ നിന്നെ വിളിച്ച് വേർതിരിച്ചെങ്കിൽ ഇറങ്ങിത്തിരിച്ച ആമേൻ ഒറ്റ കാരണങ്ങൾ കൊണ്ട് ലോകം നിന്നെ പുച്ഛിച്ച്, ലോകം നിന്നെ ഒറ്റപ്പെടുത്തി, ലോകം നിന്നെ മാറ്റി നിർത്തി ഇന്ന് നീ ഏകനായി ആമേൻ അബ്രഹാമിനെ പോലെ അലയേണ്ട ഒരു സാഹചര്യമാണെന്ന് തോന്നുന്നുവെങ്കിലും അലയുവാനല്ല നിന്നെ വിളിച്ചത്, നീ വിട്ടത്, നീ ആമേൻ ഇറങ്ങിത്തിരിച്ചത്. ആമേൻ കേട്ട വാഗ്ദത്തത്തിന്റെ പൂർത്തീകരണത്തിലേക്ക് നീ എത്താതിരിക്കുവാൻ ദുഷ്ടപിശാച് നിനക്കെതിരെ പദ്ധതികൾ ആവിഷ്കരിച്ച് മുന്നോട്ട്
വരുമ്പോൾ നിനക്ക് ഒറ്റയ്ക്ക് നിൽക്കുവാൻ ശക്തിയില്ല, പ്രാപ്തിയില്ല എന്ന് കണ്ട ദൈവം നീ ഒറ്റയ്ക്കായിരിക്കാതെ നിന്നോടുകൂടെ ഇരിക്കുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ അയച്ചിട്ടുണ്ട്. ഈ ആത്മാവിനെ സ്വീകരിച്ച് ജയത്തോടെ മുൻപോട്ട് പോകുവാൻ, കരുത്തുള്ള ഒരു മനുഷ്യനാക്കി മാറ്റുവാൻ ഉതകുന്ന ഉയരത്തിലെ വചനം ഇന്ന് രാത്രി നിന്നെ കേൾപ്പിച്ചത് കാത്തിരിക്കുന്നവരെ ശക്തീകരിക്കുന്ന ദൈവം. നീ കേട്ട വചനപ്രകാരം നീ കാത്തിരുന്ന് പ്രാപിക്കുമ്പോൾ ദൈവം സമർപ്പിക്കുന്നുവെങ്കിൽ ഇന്ന് രാത്രി ബന്ധനമില്ലാത്ത ദൈവശക്തി നിന്റെ മേൽ പകർന്ന് ജയത്തോടെ ഇനിയുള്ള കാലം ഈ ഭൂമിയിൽ ജീവിക്കുവാൻ നിന്നെ പ്രാപ്തിയുള്ളവനാക്കി മാറ്റുവാൻ ഇന്ന് രാത്രി ഇടയാകട്ടെ. എല്ലാ കണ്ണുകളും അടച്ചാട്ട്. ഹല്ലേലൂയ. ഇന്ന് രാത്രിയിലെ വചനം നിങ്ങൾക്ക് അനുഗ്രഹമായി തീർന്നെങ്കിൽ എല്ലാ കണ്ണുകളും അടച്ച് പ്രാർത്ഥിച്ചാട്ട്. നീതിമാനായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, രക്ഷയുടെയും നിത്യജീവന്റെയും മൊഴികൾ അങ്ങയുടെ പക്കൽ ഉണ്ട് എന്നുള്ളത് ഞങ്ങൾ തിരിച്ചറിഞ്ഞവരാണ്. എന്നാൽ വീണ്ടും ഒന്നും കൂടെ അത് ഞങ്ങളെ കേൾപ്പിച്ച്, ഞങ്ങളെ ഓർപ്പിച്ച് ഈ 2021 പ്രാരംഭ ഞായറാഴ്ച രാത്രി കേൾപ്പിച്ച ആ വചനത്തിന്റെ ദൂത് ഇനിയുള്ള നാളുകളിൽ മുമ്പോട്ട് ശക്തിയോടെ ജീവിക്കുവാൻ ഉതകത്തക്ക വിധത്തിൽ ബലമായി ദൈവശക്തിയായി ഇന്ന് രാത്രി ഞങ്ങളെ പകരുന്ന ദൈവകൃപയ്ക്കായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ആവശ്യങ്ങൾ നിറവേറ്റുവാൻ അങ്ങയുടെ സന്നിധിയിൽ താണിരുന്നു കൊണ്ട് പ്രാർത്ഥിപ്പാൻ കടപ്പെട്ടവരാണ്. അതെ, ഞങ്ങൾ അത് മനസ്സിലാക്കി ഏത് സമയത്തും സമയഭേദം കൂടാതെ രാവെന്നോ പകലെന്നോ ഉച്ചയെന്നോ ഇല്ലാതെ അങ്ങയുടെ സന്നിധിയിൽ മുഴങ്കാൽ മടക്കി പ്രാർത്ഥിക്കും തോറും ഉയരത്തിൽ അഭിഷേകത്താൽ ഞങ്ങളെ ശക്തീകരിച്ച് ജയകരമായ ഒരു ജീവിതം നയിപ്പാൻ തക്കവണ്ണം ഞങ്ങളെ സഹായിക്കുന്ന ഒരു നല്ല ദൈവമാണ് ഞങ്ങളുടെ ദൈവമെന്ന് ഒരിക്കൽ കൂടി ഇന്ന് രാത്രി ഞങ്ങളെ കേൾപ്പിച്ച ദൂതിന്റെ മുമ്പാകെ, വചനത്തിന് മുമ്പാകെ ഞങ്ങളെ സമർപ്പിക്കുകയാണ്. ആ കാരാഗൃഹത്തിനകത്ത് അടിച്ച് ഒതുക്കി തകർത്ത് ആമേൻ അത് പൂട്ടിയിട്ടിരുന്ന ആ കാരാഗ്രഹത്തിന്റെ അടിത്തറയിളകി ആമേൻ പൂട്ടുകൾ താനെ ഒളിഞ്ഞ് വാതിലുകൾ തുറന്ന് പുറത്തു വരുവാൻ പൗലോസിനെയും ശീലാസിനെയും അനുവദിച്ച സ്വർഗത്തിലെ ദൈവമേ, ഈ ദിവസങ്ങളിൽ ദൈവ വേലയുടെ മുഖത്തായിരിക്കുന്ന അഭിഷക്തന്മാർ, ദൈവമക്കൾ, ദൈവദാസിമാർ, കുഞ്ഞുങ്ങൾ അവരഭിമുഖീകരിക്കുന്ന സകല പ്രതികൂലങ്ങളെയും ബന്ധനങ്ങളെ അറുത്തുമാറ്റി സന്തോഷത്തോടെ സമാധാനത്തോടെ മുമ്പോട്ട് ജീവിക്കുവാൻ ഉതകത്തക്ക വിധത്തിൽ പ്രവൃത്തി വലിവനായ ദൈവത്തിന്റെ കരം ഇന്ന് രാത്രി അനുകൂലമായി ചലിക്കട്ടെ. ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തിൽ അങ്ങേ അറിഞ്ഞ് ജീവിക്കുവാൻ തക്കവണ്ണം ഞങ്ങൾക്ക് കൃപ ലഭിച്ചതിനായി നന്ദി. എല്ലാ കരുതലുകൾക്കായി നന്ദി. സമർപ്പണത്തോടെ ഇന്ന് രാത്രിയിലായിരിക്കുന്ന എല്ലാവരെയും സ്വർഗ്ഗം അനുഗ്രഹിക്കണം. എല്ലാ ദിവസവും സന്തോഷത്തോടെ അങ്ങേ ആരാധിച്ച് സമാധാനത്തോടെ കർത്താവിന്റെ മടങ്ങ് വരവിന് വേണ്ടി വിശുദ്ധ ജീവിതം നയിപ്പാൻ എല്ലാവർക്കും കൃപ കൊടുത്താൽ അങ്ങയുടെ നാമം ചൊല്ലി പിതാവിന്റെ പുത്രന്റെ പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ എല്ലാവരെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അടികൾക്കായി കാൽവരിൽ ജീവൻ വെച്ച പൊന്നേശു കർത്താവിന്റെ നാമത്തിൽ താഴ്മയെ യാചിക്കുന്നു. കൃപയോടെ കേൾക്കണം അൻപുള്ള പിതാവേ. ആമേൻ, ആമേൻ. ഇന്ന് രാത്രിയിലെ വചന ശുശ്രൂഷ നിങ്ങൾക്ക് അനുഗ്രഹമായി തീർന്നെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ, നിങ്ങളുടെ നിർദ്ദേശങ്ങൾ ഞങ്ങളെ അറിയിക്കുക. നിങ്ങൾക്കൊരു പ്രാർത്ഥന വിഷയം ഞങ്ങളുമായി പങ്കിട്ട് പ്രാർത്ഥിക്കുവാൻ താല്പര്യമുണ്ടെങ്കിൽ 9744703489 എന്ന നമ്പറിൽ അറിയിക്കുക. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ക്രിസ്തുവിൽ നിങ്ങളുടെ സഹോദരൻ ഷിജു ജോസ്, സ്നേഹതീരം പ്രയർ ഫാമിലി. യൂട്യൂബിൽ സ്നേഹതീരം പ്രയർ ഫാമിലി എന്ന ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ അമർത്തുക. ആമേൻ. ദൈവം അനുവദിച്ചാൽ നാളെ രാത്രിയിൽ നമുക്ക് വീണ്ടും കാണുന്നത് വരെ ദൈവത്തിന്റെ കരങ്ങളിൽ സുരക്ഷിതമായി ജീവിക്കാൻ എല്ലാവരെയും ദൈവം സഹായിക്കട്ടെ. ഈ വർഷം വളരെ ശക്തമായി കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുവാൻ ശ്രോതാക്കളായിരിക്കുന്ന എല്ലാവരും ദൈവം അനുഗ്രഹിച്ചിരിക്കുന്നു. ഗോഡ് ബ്ലെസ് യു. ഈ കൂട്ടായ്മയിൽ പങ്കാളിത്തം വഹിച്ച എല്ലാവർക്കും ക്രിസ്തുയേശുവിന്റെ നാമത്തിൽ സ്നേഹത്തിനും ഫാമിലിയുടെ നന്ദി. ശുഭരാത്രി.